ഈ സ്നേഹസന്ധ്യ ജീവന്റെ കൂട്ടിലും താരിലും കിളികളെ ചേരുമോ മുത്തുമണി തോവത്തര തളിരാടതര കനിവാർന്ന രാത്രി നിന്നിൽ അഴകിന്റെ പീടി നീത്താൻ പൂപ്പാലയിൽ കനിവാർന്ന രാത്രി നിന്നിൽ അഴകിന്റെ പീടി നീത്താൻ തിങ്കൾ കൊതുമ്പിൽ പാലാടി നീന്ത പൊന്നിളം കിളികളെ കളിയാടിവാ മുത്തുമണി പൂവത്തര തളിരാടതര മറുപൂ മധുരം പകരാ ചെറുതൂങ്കാറ്റ എൻ കനവിലൊതുങ്ങും കണ്ണീർ കുരുവികളെ പ്രിയമുള്ളവരെ, അറക്കുളം പ്രസ് ക്ലബിന്റെ 2ാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സമൂഹത്തിന്റെ നാനാതുറകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചവരെ ആദരിക്കുന്ന ചടങ്ങ് നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ഈ ചടങ്ങിന്റെ അധ്യക്ഷപദത്തിലേക്ക് പ്രിയപ്പെട്ട സ്വാമി സാറിനെ MM സ്വാമി മുണ്ടക്കൽ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനും വിശിഷ്ട വ്യക്തികളെയും ആദരിക്കുവാൻ വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീറണാക്കുന്നൽ അവരുടെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ചടങ്ങിനെത്തിയിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് അംഗവും നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഫസർ MJ ജേക്കബ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച് അവരുടെ വ്യക്തിത്വവും അവരുടെ പ്രവർത്തന മികവും കൊണ്ട് സമൂഹത്തെ ശ്രദ്ധേയരായി മാറിയ വ്യക്തികളെയാണ് നമ്മളിവിടെ ആദരിക്കുന്നത്. അവര് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. KB ശങ്കരൻ സാറ്, അതുപോലെ തന്നെ സജി ആലക്കാത്തടം, R ബിജുമോൻ, TV ടോമി, സാബു നെയ്യശ്ശേരി, ജോയി കിഴക്കൻ, നമ്മുടെ പഞ്ചായത്ത് അംഗം സിനി തോമസും ഇവിടെ എത്തിയിട്ടുണ്ട്. സിനി തോമസിനെയും ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മൂലമറ്റം പ്രസ് ക്ലബ്ബ് കഴിഞ്ഞ 2 വർഷമായിട്ട് മൂലമറ്റത്ത് പ്രവർത്തിക്കുന്നു. മൂലമറ്റത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് ഒത്തുചേരുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മ എന്ന രീതിയിലാണ് നമ്മൾ മൂലമറ്റം പ്രസ് ക്ലബ്ബ് രൂപീകരിക്കുകയും
അത് നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് മൂലമറ്റത്ത് പ്രവർത്തിച്ചു വരികയുമാണ്. ഈ 2ാം വർഷത്തിലേക്ക് കടക്കുന്ന മൂലമറ്റം പ്രസ് ക്ലബിന്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഈ ചടങ്ങ് ഇവിടെ നടത്തുന്നത്. ഈ ചടങ്ങ് ആരംഭിക്കുകയാണ്. ഈ ചടങ്ങിന് മുന്നോടിയായി നമുക്ക് ഈശ്വര പ്രാർത്ഥനയോട് തന്നെ ആരംഭിക്കാം. 1 മിനിറ്റ് നേരം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈശ്വര പ്രാർത്ഥന നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചടങ്ങിന്റെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി മംഗളം ദിനപത്രത്തിന്റെ ലേഖകനും മൂലമറ്റം പ്രസ് ക്ലബിന്റെ സജീവ സാന്നിധ്യമായ ബേബി താന്നിക്കൽ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ ഇസ്ലോസിന്റെ പ്രശംസമായ ശോഭി ഉണ്ടെങ്കിൽ ഈ സമ്മാന പരിപാടിയിൽ മഹനീയമായ വ്യക്തിത്വം നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരെ ആദരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേശ്വരൻ പറഞ്ഞാട്ടുണ്ട്. ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം ജെ ജേക്കബ് സാർ, ഞങ്ങളിവിടെ ആദരിക്കുന്ന ശ്രീ കെ ബി ശങ്കരൻ സാർ, സയ്യ അലക്കത്തളം, ആർ ബിജിമോൻ, ടി വി ടോമി, സാബു നേശ്ശേരി, ജോയി വിലക്ക്, പ്രിയപ്പെട്ടവരെ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, മൂലമറ്റം ക്ലബിന്റെ 2ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഞങ്ങൾ കുറച്ച് മഹനീയ വ്യക്തിത്വങ്ങളെ ആദരിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. അതനുസരിച്ചാണ് ഇവിടെ ആൾക്കാരെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഈ അവസരത്തിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ സ്വാഗതത്തിന്റെ കടമയിലേക്ക് കടങ്ങുകയാണ്. ഈ പരിപാടിയുടെ മുഖ്യാതിഥിയായി വന്നിരിക്കുന്നത് രാജേശ്വരൻ നേർന്നാക്കുന്നതിലാണ്. ഞങ്ങൾ തമ്മിൽ നേരിട്ട് പരിചയമില്ലെങ്കിൽ പോലും സ്വാമിസാർ വിളിച്ച് പരിചയമുണ്ട്. കേരള കോൺഗ്രസുമായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്ന എനിക്ക് രാജേശ്വരൻ ഇവിടെ എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷമുണ്ട്. മൂലമറ്റം പ്രസ് ക്ലബിന്റെ ഉദ്ഘാടനത്തിന് വന്നത് മന്ത്രി റോഷേഷനാണ്. റോഷേഷൻ ഉദ്ഘാടനം ചെയ്ത് ഞങ്ങളുടെ നല്ലൊരു തുടക്കമായിരുന്നു. ആ തുടക്കം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിന് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഭംഗിയായിട്ടാണ് കൊണ്ടിരിക്കുന്നത്. ജേക്കബ് സാർ ഉണ്ടായിരുന്നു, മന്ത്രി ഉണ്ടായിരുന്നു. ഭംഗിയായി കാര്യങ്ങളെല്ലാം നടത്തി അതിനിവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് രാജേശ്വരൻ ജനനാകുന്നവരെ വളരെ ആത്മാർത്ഥമായി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തത് എം ജെ ജേക്കബ് സാറാണ്. ജേക്കബ് സാറിനെ നമുക്ക് പരിചയപ്പെടുന്ന കാര്യമില്ല. ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പറാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും കൊടുത്തിരുന്ന ഞങ്ങളുടെ എല്ലാവർക്കും എല്ലാ സമയത്തും കൊടുത്തിരുന്ന എത്തുന്ന ആളാണ്. ജേക്കബ് സാറിനെ ആദരവോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തത് കെ ബി ശങ്കരൻ സാറാണ്. കെ ബി ശങ്കരൻ സാറിനെ പറ്റി പറയുമ്പോൾ ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സജീവ ആളാണ്. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, ലക്ഷം പറ്റി. ഇപ്പോൾ ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിന് ഞങ്ങളുടെ പ്രസ് ക്ലബിനെ ആത്മാർത്ഥമായിട്ട് സഹായിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് വളരെ ആത്മാർത്ഥമായിട്ട് ഈ പ്രസ് ക്ലബിന്റെ പേരിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തത് സജീവാലിക്കാത്തതാണ്. പുള്ളി CPM-ന്റെ സജീവ പ്രവർത്തകനും പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം ഞങ്ങളുടെ പുസ്തകമെ വളരെ ആത്മാർത്ഥമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹം പൊതുപ്രവർത്തകനാണ്. എല്ലാ കാര്യങ്ങളും സജീവമായി ഓടിയെത്തുന്ന എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിനും ഈ യോഗത്തിന്റെ പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരിലും സ്വാഗതം ആശംസിക്കുന്നു. അടുത്ത ആർ ബിജുമോനാണ്. ബിജുമോനെ ചെറുപ്പം മുമ്പ് ജോലി കിട്ടുന്നതിനുള്ള പരിചയമുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളായിരുന്നു. ജോലി കിട്ടി നിരവധി അവാർഡുകളൊക്കെ വാങ്ങിക്കൂട്ടിയ ആളാണ്. അദ്ദേഹത്തിന് വളരെ ആദരവോടെ സ്നേഹത്തോടെ അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരുടെയും പേര് സ്വാഗതം ആശംസിക്കുന്നു. ടോമി സാറ് ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അദ്ദേഹത്തെ വർഷങ്ങളായിട്ട് ഞങ്ങൾ പരിചയമുണ്ട്. അദ്ദേഹത്തിനും വളരെ ആത്മാർത്ഥതയോടെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിന് സ്വാഗതം ആശംസിക്കുന്നു.
അടുത്തത് സാബു നെയ്ശ്ശേരിയാണ്. സാബു നെയ്ശ്ശേരി ഞങ്ങളുടെ മുമ്പലപ്പറ്റൻ പ്രസ് ക്ലബിനെ ആത്മാർത്ഥമായി സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പത്രമാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ ജനങ്ങളുടെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുമാണ്. അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്ത ജോയി കിഴക്കയിലാണ്. ജോയി കിഴക്കലിനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കേരള കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ്. അതുപോലെ തന്നെ ദീപിക പത്രത്തിന്റെ റിപ്പോർട്ടറാണ്. അദ്ദേഹം വർഷങ്ങളായി ഇതിൽ പ്രവർത്തിക്കുന്നു. കൂടാതെ സൺഡേ സ്കൂൾ അധ്യാപകനാണ്. പൊതുരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കേരള കോൺഗ്രസ് നേതാക്കന്മാർക്കും ഇവിടെ എത്തിച്ചേർന്ന സ്വാഗതം ആശംസിക്കുന്നു. ഒരാളെ രണ്ടുപേരും വിട്ടുപോയിട്ടുണ്ട്. അടക്കം പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ എത്തിച്ചേരും, ഉടനെ എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പേര് സ്വാഗതം ആശംസിക്കുന്നു. സിനി തോമസാണ്. സിനിയെ പ്രത്യേകം വിളിച്ച് പറഞ്ഞതിനാണ് ഇവിടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞതാണ്. സിനി തോമസിനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പ്രസ് ക്ലബിൻ്റെ എല്ലാ കാര്യങ്ങളും എപ്പോൾ വിളിച്ചാൽ ഓടി വരുന്ന ആളാണ്. എൻ്റെ സിനി തോമസിനെ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന് ഞങ്ങൾ ക്ഷണിച്ച് എത്തിയിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. അടുത്തത് അധ്യക്ഷ ഭാഷണമാണ്. പ്രസ് ക്ലബിന്റെ മൂലറ്റ പ്രസ് ക്ലബിന്റെ ആദരണീയ പ്രസിഡന്റ് എം സുമി മുണ്ടക്കൽ. അദ്ദേഹം മാതൃഭൂമിയുടെ ലേഖകനായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പോൾ മുതലക്കോടത്താണ് താമസിക്കുന്നത്. നമ്മുടെ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റായ ആദരണീയായ എം സ്വാമി സാറിനെ അധ്യക്ഷ ഭാഷണത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാന്യനായ ഈ യോഗത്തിന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജച്ചൻ നേർനാക്കുന്നൽ അവർ, ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ എം ജെ ജോക്കർ സാറ്, നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറായിട്ട് നമ്മുടെ ക്ഷണിച്ചിരിക്കുന്ന ശ്രീമതി സിനി തോമസ്, നമ്മൾ ക്ഷണം സ്വീകരിച്ച ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരാം എന്നറിയിച്ചിട്ടുള്ള അറക്കുളം പഞ്ചായത്തിന്റെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ കെ എസ് വിനോദ്. നമ്മൾ കുറച്ച് വ്യക്തിത്വങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. അതായത് നമ്മുടെ പ്രസ് ക്ലബ് തുടങ്ങിയിട്ട് 2 വർഷമായി. ആദ്യമൊക്കെ കുറെ പ്രതിസന്ധികളൊക്കെ നേരിട്ട് അത് മൂലമറ്റത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറി. മൂലമറ്റത്തോട് ചുറ്റുപാടുള്ള 3-4 പഞ്ചായത്തുകളുടെ വാർത്തകളൊക്കെ വളരെ നല്ല രീതിയിൽ ശേഖരിക്കുകയും അത് ദൃശ്യ പത്രമാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതിന് മുന്നിട്ടിറങ്ങിയത് നമ്മുടെ പ്രസ് ക്ലബില് 8 പേരാണ് അംഗങ്ങളായിട്ടുള്ള. വിവിധ പത്രങ്ങളുടെ ദൃശ്യമാധ്യമങ്ങളുടെ ഒക്കെ ലേഖകരായിട്ടുള്ള ഈ 8 പേരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇതിന് വളരെയേറെ സഹായകരമായ നിലപാടാണ് ജനപ്രതിനിധികളും ഈ നാട്ടുകാരും ഒക്കെ ചെയ്തിരിക്കുന്നത്. ആ ഒരു അവസരത്തിൽ ഈ നാട്ടിൽ നിന്ന് തന്നെ ഈ നാട്ടിനെ പ്രതിനിധീകരിക്കുന്ന കുറച്ച് ആദരണീയ വ്യക്തിത്വങ്ങളുണ്ട്. നമുക്കറിയാം, പല മേഖലകളിലും നമ്മൾ പ്രവർത്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇവർക്കൊന്നും അംഗീകാരം കിട്ടുന്നില്ല. ഈ അംഗീകാരം ആർക്കും അംഗീകാരം ചോദിച്ചു വാങ്ങാനും പറ്റുകയില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇടയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. അവരെ കണ്ടുപിടിക്കുക, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, അവർക്കൊരു ആദരവ് കൽപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യം നമ്മുടെ മൂലമറ്റം പ്രസ് ക്ലബ് ഏറ്റെടുക്കുകയാണ്. അത് ഞങ്ങളിവിടെ ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ കൂട്ടായി ആലോചിച്ച് ചില സാമൂഹ്യ മേഖലകളിൽ, സർക്കാർ മേഖലകളിൽ, അങ്ങനെ ജീവിതത്തിന്റെ വിവിധ തുറകളിൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിനുള്ള മാധ്യമ പ്രവർത്തകരുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്, പിന്നെ സർക്കാർ മേഖലയിൽ പ്രവർത്തിച്ചവരുണ്ട്, ആരോഗ്യരംഗത്ത് പ്രവർത്തിച്ചവരുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾ ആദരിക്കപ്പെടേണ്ടതാണ്, അംഗീകരിക്കപ്പെടേണ്ടതാണ്. അതിനൊരു പൊതുവേദി സൃഷ്ടിക്കുകയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സാമൂഹ്യ രംഗത്തേക്ക് ഒന്നും പ്രവർത്തിക്കാൻ പൊതുമേഖലയിലേക്ക് നിങ്ങൾ തരുന്ന വാർത്തകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പൊതുശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതിലുപരി പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ചില പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രസ് ക്ലബ് ചെയ്യുമ്പോഴാണ് മൂലമറ്റത്ത് പ്രസ് ക്ലബ് സജീവമാണെന്ന് സാധാരണക്കാരൻ ബോധ്യപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും വാർത്ത കൊണ്ടുവരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കുന്നു, ഇല്ലെങ്കിൽ കൊടുക്കുന്നില്ല. ആ രീതിയിലേക്ക് മാറാതെ നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങി വരിക, നിങ്ങളുമായിട്ട് കൂടുതൽ അടുപ്പം സ്ഥാപിക്കുക, അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം രൂപീകരിക്കണമെന്ന് ഞങ്ങൾ കൂട്ടായി ആലോചിച്ചതിന്റെ പേരിലാണ് ഇപ്പോൾ ഈ ഒരു സംരംഭം ഞങ്ങൾ ആരംഭിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഓരോരുത്തരെയും വ്യക്തിത്വങ്ങളെയും ഒന്ന് ചെറുതായി പരിചയപ്പെടുത്തിക്കൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. സമയം നീണ്ടുപോകും. സജി ആനക്കത്തറ നമ്മൾ വെള്ളിയാമറ്റം പഞ്ചായത്തിന്റെ ആദ്യകാലം മുതൽ പ്രവർത്തിക്കുന്ന അവിടുത്തെ ആളാണ്.
അവിടുത്തെ സാമൂഹ്യ മേഖലകളിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തെയാണ് ഞങ്ങൾ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളായിട്ട് തെരഞ്ഞെടുത്തത്. അദ്ദേഹം ന്യൂമാൻ കോളേജിന്റെ ചെയർമാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ ആണ് ഞങ്ങൾ ഒരു വ്യക്തിത്വമായിട്ട് ആദരിക്കാൻ തിരഞ്ഞെടുത്തത്. രണ്ട് KV ശങ്കരൻ സാർ. ശങ്കരൻ സാറിനെ പറ്റി പറഞ്ഞാൽ പുള്ളി സർക്കാർ സർവീസിന്റെ ഉന്നത തസ്തികയിൽ നിന്ന് പെൻഷനായിട്ട് പിന്നീട് ഇപ്പോ അഖില കേരള തിരുവിതാംകൂർ മലയാളി മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പ്രസിഡന്റാണ്. ഞാൻ പ്രസിഡന്റ്, പക്ഷെ എന്നെക്കാളും വളരെ ഉയർന്ന നിലയിലുള്ള സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരു പ്രസിഡന്റിനെയാണ് നമ്മൾ ആദ്യം. കാരണം ആദ്യം ഗോത്രവർഗ മേഖലകൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കാരണം അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഈ സർവീസ് കാലഘട്ടത്തിൽ ഇരിക്കുമ്പോൾ തന്നെ സാധാരണ ബോധ്യപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ പെൻഷൻ കിട്ടിയ കാലത്ത് അവരുടെ പ്രശ്നങ്ങൾക്ക് തിരിച്ചറിയാൻ നമ്മൾ നോട്ടീസിനകത്ത് കുറച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്ന ശങ്കരൻ സാറ്. പിന്നീട് നമ്മുടെ TV ടോമി, അദ്ദേഹത്തെ എനിക്കറിയാം. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ആദ്യം പെൻഷൻ പറ്റി പോകുന്നു. അദ്ദേഹം അത് കഴിഞ്ഞ് അടുത്ത നാട് ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിലും വയനാട് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നാണ് അദ്ദേഹം പെൻഷനാകുന്നത്. അദ്ദേഹം ഞങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, അദ്ദേഹം ഈ അറക്കുളത്ത് ജോലി ചെയ്തിട്ടുണ്ട്, മുട്ടത്ത് ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ അറിയാവുന്ന ഈ പ്രദേശങ്ങളൊക്കെ കൊടയത്തൂര്, ഇങ്ങനെ പുള്ളി ജോലി ചെയ്തിരിക്കുന്ന എല്ലാ മേഖലകളും, നിങ്ങൾ മുമ്പുണ്ടായിരുന്ന സ്ഥാപനവും അദ്ദേഹം ജോലി ചെയ്തിട്ട് പോയതിനു ശേഷമുള്ള ഒരു സ്ഥാപനവും അതിവിടെയുള്ളവരെ ഞാൻ ചോദിച്ചു നോക്കിയാൽ മതിയാവും. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അവൻ ജോലി ചെയ്യുന്ന മേഖലയിൽ എന്ത് ചെയ്യാൻ പറ്റും ജനങ്ങൾക്ക് വേണ്ടി. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ശരിയാണെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന ഒരു സർക്കാർ സർവീസിൽ കയറി കഴിഞ്ഞ് വേണമെങ്കിൽ ചെയ്യാം, എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ച ശമ്പളമൊക്കെ മേടിച്ച് അങ്ങനെ പിരിഞ്ഞു പോകാം. അതല്ല എന്ന് തെളിയിച്ചൊരു വ്യക്തിത്വമാണ് ശ്രീ ടോമി. അതും അദ്ദേഹത്തിന് ആരോഗ്യ രംഗത്തുള്ള അദ്ദേഹത്തിന്റെ മികച്ച പ്രവർത്തനം. അദ്ദേഹം ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കുറച്ച് അധികം കാലം ടെക്നിക്കൽ അസിസ്റ്റന്റായിട്ട് ജോലി ചെയ്തിരുന്നു. ആ കാലത്ത് ഞങ്ങൾ നിരീക്ഷിച്ച ഒരു കാര്യമുണ്ട്. അന്ന് ഇവിടെ പകർച്ചവ്യാധികളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ സമഗ്രമായ ഒരു ഇടപെടൽ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ആദരിക്കാൻ തീരുമാനിച്ചത്. ഇനി ബിജുമോനെ പറ്റി ലാസ്റ്റ് പറയാൻ ഞാൻ വെച്ചിരുന്നു. കാരണം രാഷ്ട്രപതിയിൽ നിന്ന് വരെ അവാർഡ് നേടിയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ നാട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ആദരിക്കാൻ വിട്ടുപോയാൽ അത് ഞങ്ങൾക്ക് തന്നെയാണ് മോശം. അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. പിന്നെ രണ്ട് പ്രമുഖ മാധ്യമ പ്രവർത്തകരാണ്. അത് ഞങ്ങളുടെ തന്നെ ഒരു സ്വന്തം അഭിമാനമായ രണ്ടുപേരെയാണ്. നിങ്ങൾക്ക് ഒരാള് മൂലമറ്റത്തെ എല്ലാ ആൾക്കാരുമായിട്ട് വളരെ ഇടപഴകി ആദ്യകാലത്തെ പത്രപ്രവർത്തകനാണ്. അദ്ദേഹത്തെ ഞങ്ങളുടെ മൂലമറ്റം പ്രസ് ക്ലബിന്റെ രൂപീകരണ കാലത്ത് തന്നെ വിളിക്കണമെന്നും അദ്ദേഹത്തെ ആദരിക്കണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷെ അത് അദ്ദേഹത്തിന് അറിയാം. ഞങ്ങൾ തൊടുപുഴ പ്രസ് ക്ലബുമായിട്ട് ഞങ്ങൾ അവരെ ക്ഷണിക്കുകയും ഞങ്ങൾ ഇതിനുവേണ്ടി സഹകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരതിൽ താല്പര്യം കാണിക്കാത്തതിന്റെ പേരിൽ അന്ന് ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഇവിടെ ആദ്യം ക്ഷണിക്കാനും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പൊ അവർക്ക് തീർന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ ഈ അവസരത്തിൽ പിന്നീട് ഞങ്ങൾക്ക് ഏറ്റവും ആദ്യം കിട്ടിയ ഒരു അവസരം ഇതായിരുന്നു. അതിൽ ഞങ്ങൾ ശ്രീ ജോയി കിഴക്കർ അവരുടെ 25 വർഷമായിട്ട് മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്. അദ്ദേഹത്തെ ആദരിക്കാൻ അതാണ് നിങ്ങളുടെ നാടിന്റെ അഭിമാനം. അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. അടുത്തത് ലാസ്റ്റ് സാബു നെയ്ശ്ശേരി അറിയാത്ത ആരുമില്ല. എനിക്ക് തോന്നുന്ന പത്രക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മാതൃഭൂമിയുടെ ലേഖനാണ്. എന്നെ അറിയാവുന്നത് ഒന്നോ രണ്ടോ പേര് ഇവിടെയുള്ളവർ ഈ വന്നിരിക്കുന്നത് പോലും എന്നെ അറിയാവുന്നവരുമല്ല. പക്ഷെ സാബു നെയ്ശ്ശേരി അറിയാത്ത ആൾക്കാരെ ഉണ്ടാകണമെന്നില്ല. കാരണം പുള്ളി ഈ മാധ്യമ രംഗത്ത് പത്ര ഏജന്റായിട്ട് തുടങ്ങി ഒരു പത്രത്തിന്റെ ബ്യൂറോ ചീഫ്, ഒരു ചാനലിന്റെ ഉടമസ്ഥൻ, വലിയ ചാനലാണ്. പക്ഷെ പുള്ളിക്ക് ആ അഹങ്കാരമൊന്നുമില്ല. ആ ചാനലിന്റെ ഉടമസ്ഥൻ എന്നുള്ള മേഖലയിൽ. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെയാണ് ഞങ്ങൾ ഇവിടെ തെരഞ്ഞെടുത്ത് ആദരിക്കുന്നത്. അപ്പൊ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിക്കാനും ഇവർക്ക് യാതൊരു നൽകാനും വന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും ജില്ലാ പഞ്ചായത്ത് അംഗത്തിനും മറ്റ് ജനപ്രതിനിധികൾക്കെല്ലാം പ്രത്യേകം എന്റെ നന്ദി. യോഗം അവസാനിക്കല്ല, ഇവിടെ ഒരു നന്ദിയും കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരണീയനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജിച്ചൻ നീർനാകുന്നതിനെ ക്ഷണിക്കുകയാണ്.
മഹനീയ യോഗത്തിന്റെ അധ്യക്ഷൻ ആദരണീയനായ പ്രസിഡന്റ് സ്വാമി മുണ്ടക്കൽ, ഇവിടെ ഇപ്പോൾ പ്രിവിലേജ് കാർഡ് വിതരണം ചെയ്യുന്ന ഏറ്റവും ആദരണീയനായ ജില്ലാ പഞ്ചായത്ത് അംഗം, ഏറ്റവും പ്രിയങ്കരനായ പ്രൊഫസർ MJ ജേക്കബ് സാറ്, യോഗത്തിന് സ്വാഗതം ആശംസിച്ച AR അനീഷ് ദേശാഭിമാനി ലേഖകൻ, ഇവിടെ ആശംസകൾ അർപ്പിക്കുന്ന അടക്കളം ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ KS വിനോദ്, അടക്കളം ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി സിനി തോമസ്, ഇവിടെ ആദരിക്കപ്പെടുന്ന മഹനീയ വ്യക്തിത്വങ്ങളായ KB ശങ്കരൻ സാറ്, സജി അലക്കാത്തടം, R ബിജുമോൻ, ശ്രീ TV ടോമി, ശ്രീ സാബു നെയ്യാശ്ശേരി, ശ്രീ ജോയി കിഴക്കേൽ, ഈ യോഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ശ്രീ TL ബേബി, ഏറ്റവും ബഹുമാനായ സൗമ്യ നടുതലം, സിബിച്ചൻ, സാജു ഉൾപ്പെടെ ഈ വേദിയിലും സദസ്സിലുമുള്ള മറ്റ് മഹനീയ വ്യക്തിത്വങ്ങളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, മൂലമറ്റത്ത് കഴിഞ്ഞ 2 വർഷമായി പ്രവർത്തിക്കുന്ന മൂലമറ്റം പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 2ാം വാർഷികവും അതിലുപരി ഈ നാടിന്റെ മഹനീയ കുറച്ച് വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന വലിയ ഒരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സദസ്സ് ചെറുതാണെങ്കിലും ഇതിന്റെ ലക്ഷ്യവും ഇതിന്റെ കടമയും വലിയ ഒരു ഉത്തരവാദിത്വമാണ് നിങ്ങൾ നിറവേറ്റുന്നത് എന്നതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും മഹനീയമായ ഒരു യോഗമാണ്. ജേക്കബ് സാറ് ഈ വേദിയിലുണ്ട്. ഞാൻ ജേക്കബ് സാറിന്റെ കൂടെ ദീർഘകാലം പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ട് സ്ഥാനം വഹിച്ചതാണ്. ഇന്നും ആ ബന്ധവും സ്നേഹവും നിലനിന്നുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഞാൻ സൂചിപ്പിച്ചു, ഞാൻ ഈ പള്ളിയിൽ എന്റെ വെല്ലിപ്പനെയും വെല്ലിമ്മയും അടക്കിയ പള്ളിയാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. എന്റെ അപ്പാപ്പനൂടി ഉണ്ടായത്. അപ്പൊ ഈ നാടുമായി അഭേദ്യമായ ബന്ധം എനിക്കുമുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് സൂചിപ്പിച്ചത്. നമുക്കറിയാം, ഹൈ റേഞ്ചിന്റെ കവാടമാണ് നമ്മുടെ അടക്കുളം മൂലമറ്റം പ്രദേശം. ഇവിടുത്തെ ഒരു വലിയ ശക്തിയാണ് മൂലമറ്റം പ്രസ് ക്ലബ്ബ് എന്ന് ഞാൻ അവിടെ സൂചിപ്പിക്കും. നമുക്കറിയാം, ഈ നാടിന്റെ യഥാർത്ഥ കാവൽഭടന്മാര് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരാണെന്ന് ഞാൻ അഭിമാനപുരസ്സരം പറയും. എവിടെ തെറ്റ് കണ്ടാലും, എന്തെങ്കിലും മൂല്യച്യുതി ഉണ്ടായാലും, അത് ഏത് മേഖലയായിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ, ആരോഗ്യരംഗമായിക്കോട്ടെ, സാംസ്കാരികമായിക്കോട്ടെ, ഏത് മേഖലയിലും തെറ്റ് കണ്ടാൽ അത് ആദ്യം ചൂണ്ടിക്കാണിക്കുന്നവര് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. ഒരു രാജ്യം യഥാർത്ഥ ജനാധിപത്യ രാജ്യമായി നിലനിൽക്കണമെങ്കിൽ അതിനെ വിമർശിക്കാനും അവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റ് ചൂണ്ടിക്കാണിക്കാനും അത് തിരുത്തിക്കാനുമുള്ള അവകാശം ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്കുണ്ട്. പക്ഷെ അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചു. രാജാവ് നഗ്നനാണ് എന്ന് ആരെങ്കിലും അത് തുറന്നു പറയാതെ ഞാനെല്ലാം ചെയ്യുന്നത് ശരിയാണെന്ന് പറഞ്ഞു പോകുന്ന വലിയ നേതാക്കന്മാർക്കും വലിയ ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ അവിടെയൊക്കെ തിരുത്തൽ ശക്തിയായി നിൽക്കുവാൻ, അവരുടെ കാര്യങ്ങൾ തിരുത്തുവാൻ നമുക്കറിയാം മാധ്യമ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്.
ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ഏത് രംഗത്തെയും വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. നമുക്കറിയാം, സർക്കാരിന്റെ എന്തെങ്കിലും പ്രവർത്തനമാണെങ്കിലും അത് പത്രമാധ്യമങ്ങളിലൂടെയാണ് ജനങ്ങളെത്തുന്നത്. അതുപോലെ പൊതുജനങ്ങളുടെ വിഷയമായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭമായിക്കോട്ടെ, പരിസ്ഥിതി ആയിക്കോട്ടെ, ഏതും നമ്മുടെ ജനഹൃദയങ്ങളിൽ എത്തിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വവും വലിയൊരു കടമയുമാണ് ഇവിടുത്തെ പത്രമേഖലയിലുള്ള നമ്മുടെ സഹോദരങ്ങൾ ചെയ്യുന്നത്. അതാ ഞാൻ സൂചിപ്പിച്ചത്, ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ കാവൽപ്പടന്മാരെന്ന് പറഞ്ഞാൽ അത് പത്രപ്രവർത്തകരാണ് എന്ന് ഞാൻ പറയാൻ കാരണം, നിങ്ങൾ ഈ നാടിന് ഒത്തിരിയേറെ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ആ സംഭാവനകളൊക്കെ സ്മരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോവുക. നമുക്ക് പല രംഗത്തും തുറന്നു പറയാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ അത് വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തിക്കാനുള്ള ആർജവം കാണിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനാദ്യമായിട്ട് ഞാൻ ജില്ലയുടെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ പത്രപ്രവർത്തകർക്ക് മുഴുവനായിട്ട് അംഗീകരിക്കും. ഞാൻ ദീർഘിപ്പിച്ചു പോകുന്നില്ല. നമുക്ക് നമ്മുടെ ഈ സമൂഹം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആധുനിക കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതചര്യ തുടങ്ങുന്നത് നമുക്കറിയാം രാവിലെ പത്രം വായിച്ചിട്ടായിരിക്കും. പക്ഷെ അതിനൊക്കെ ഇപ്പോൾ മാറ്റം വന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഇന്ന് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം വന്നതോടുകൂടി പത്രം വായന അതുപോലെ തന്നെ വായനാ ശീലങ്ങളൊക്കെ നമ്മൾ കളഞ്ഞുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടത്തോടുകൂടിയാണ് നമ്മൾ കടന്നുകൊണ്ടുകൊണ്ട് എന്നിരിക്കുന്ന കാര്യം നമ്മൾ യാഥാർത്ഥ്യം അംഗീകരിച്ചു പോയി. പക്ഷേ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ സാംസ്കാരിക രംഗത്തുമൊക്കെ വലിയ പിന്തുണ നൽകുവാൻ, വലിയ കാൽവെപ്പ് നടത്തുവാൻ പത്രപ്രവർത്തകർക്കും അതുപോലെ തന്നെ വായനയ്ക്കുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് യഥാർത്ഥത്തില് ഞാനൊക്കെ സത്യത്തില് ഞാനൊരു ദീപികയുടെ വ്യക്താവ് ഒന്നും തോന്നരുത്. ചെറുപ്പം മുതല് എനിക്ക് തോന്നുന്നു ഞാൻ 2ാം ക്ലാസ് മുതൽ ദീപിക വായിച്ചാണ് എന്റെ വല്യപ്പന്റെ കൂടെ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പത്രം എടുത്തു. ആ പത്രം വായിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരുന്ന വർഷമായിട്ട് ഇന്നും ആ പത്രം തന്നെയാണ് കണ്ടിന്യൂസ്. അതിൻ്റെ കൂടെ 1-2 പത്രങ്ങൾ കൂട്ടിയെന്നല്ലാതെ ദീപിക എന്നും ഒത്തിരി വിഭാഗം ഉണ്ടായ കാലഘട്ടത്തിൽ പോലും നിർത്താതെ കണ്ടിന്യൂ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ പറയാം, അപ്പൊ അക്ഷരം എനിക്ക് വായിക്കാനും അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ജ്ഞാനം കിട്ടുവാനും ഒക്കെ ആ പത്രം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ലോകത്തുള്ള ഏത് വിവരങ്ങളും നമ്മൾ നേരത്തെ സ്വായത്തമായിക്കൊണ്ടിരുന്നത്, വായിച്ച് അറിഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ പത്രമാർഗങ്ങളുടെ. നമുക്കൊരു വ്യക്തിയുടെ ആയിക്കോട്ടെ, ഒരു സമൂഹത്തിന്റെ ആയിക്കോട്ടെ, ആ വിഷയങ്ങൾ ജനഹൃദയങ്ങളും സർക്കാരിലും എത്തിക്കുവാൻ മാധ്യമങ്ങൾ വഴി നമുക്ക് കഴിയുന്നുണ്ട്. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ സ്വരം 1000 വ്യക്തികളുടെ സ്വരങ്ങളായി മാറ്റുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഗ്രാമത്തിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടവസ്ഥ രാജ്യം മുഴുവനാക്കുവാന് നമുക്ക് പത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കണ്ടുവരുന്ന ഒരു മൂല്യച്യുതികളും നമുക്കറിയാം. ഒരു വ്യക്തികളെ അധിക്ഷേപിക്കുക, വേണ്ടാത്ത ന്യൂസുകൾ കൊടുക്കുക, അപരാധങ്ങൾ പരത്തുക, ഇതൊക്കെ നമുക്ക് ദൂഷണമാണ്. ഇതിനൊക്കെ നമ്മൾ ചെറുക്കണം. അപ്പം പത്രക്കാർ തന്നെ ഇതിനെല്ലാം മുൻകൂട്ടി വന്നുകൊണ്ട് ഇങ്ങനെ വരുന്ന വ്യക്തിഗത നടത്തുന്ന ന്യൂസുകൾ നടത്തുന്നവരൊക്കെ നമുക്ക് നേരെ വിളിച്ചെങ്കിലും പറയുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. നമുക്ക് ആവശ്യമാണ്, നമുക്ക് തിരുത്തൽ ആവശ്യമാണ്, തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തിപ്പിക്കല്ലാതെ ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു സമൂഹത്തെക്കുറിച്ചോ ഒന്നും ഇല്ലാത്ത ആ ന്യൂസുകൾ പടച്ചുവിടുന്നത് അത് സമൂഹത്തിന് നന്മയ്ക്ക് നല്ലതല്ല എന്നുകൂടി നമ്മൾ സൂചിച്ചു. അതുകൊണ്ട് സത്യസന്ധമായി ഒരു പത്രപ്രവർത്തകനാണെങ്കിലും മറ്റ് രംഗത്തുള്ളവരാണെങ്കിലും നമ്മൾ സത്യസന്ധമായി ആ കാര്യം തന്നിലേൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് ഭംഗിയായിട്ട് നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഏത് രംഗത്താണ്, ഇതിപ്പോ പൊതുരംഗത്താണേലും അത് മറ്റു രംഗത്താണേലും. ഇപ്പോൾ ഇവിടെ മഹനീയ വ്യക്തിത്വങ്ങളെ ആദരിക്കും. നമുക്കറിയാം, അതുപോലെ തന്നെ ശ്രീ സജിയെ സൂചിപ്പിച്ചു. നമുക്കറിയാം, ന്യൂമാൻ കോളേജിന്റെ ചെയർമാനായിരുന്നു. അതിനുശേഷം നമുക്കറിയാം മേഖലയിലുണ്ടായ ഒത്തിരിയേറെ സാമൂഹിക പ്രവർത്തനങ്ങൾക്കൊക്കെ മുൻപന്തി പ്രവർത്തനം. അപ്പൊ നമ്മളൊരു ക്വാളിറ്റിയുള്ള വ്യക്തിത്വമുള്ള വ്യക്തികളായി നമ്മൾ മാറിക്കൊണ്ട് നമുക്ക് സത്യസന്ധരായി അതുപോലെ തന്നെ നീതിയോട് ഉറച്ചു വിശ്വസിക്കുന്ന, ധർമ്മത്തിൽ മാത്രം വിശ്വസിക്കുന്ന, ആ രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളായി മാധ്യമക്കാരുടെ മാറുമ്പോൾ നമുക്ക് സമൂഹത്തിന് ഒത്തിരിയേറെ മാറ്റങ്ങൾ കുറിക്കുവാൻ നമുക്ക് കഴിയും. അതിനെല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിക്കണം എന്ന് ഈ ഉദ്ഘാടന ആദരിക്ക ചടങ്ങിന് വിളിച്ചതിന് പ്രത്യേകം ഞാൻ
നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഇവിടെ ആദരിക്കപ്പെടുന്ന സജി, അതുപോലെ തന്നെ നമുക്ക് സാബു നെയ്യാശ്ശേരിക്കറിയാൻ ചെറുപ്പം മുതലേ ഞാൻ സാബു ചേട്ടനെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. കാര്യം ഞാൻ പറഞ്ഞില്ല, ദീപിയൊക്കെ അടുത്തുള്ള ആദ്യ സാബു നെയ്യാശ്ശേരി ഇതിനകത്തുണ്ടായിരുന്നു, ദീപിയിലുണ്ടായിരുന്നു, നേരത്തെ തൊട്ട് അറിയാം. അതുപോലെ ഇപ്പം ശ്രീ കെ വി ശങ്കരൻ സാറിനെ പരിചയപ്പെട്ടു. ശങ്കരൻ സാറ് ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്തിന് തന്നെ നേരത്തെ പള്ളിനൂരല്ലേ എസ് രാജേന്ദ്രൻ ഇരുന്നപ്പം ജില്ലാ പഞ്ചായത്തിന്റെ സെക്രട്ടറി ആയിരുന്നു. ഇന്ന് അദ്ദേഹം മലയോര മഹാസഭയുടെ പ്രസിഡന്റായിട്ട് അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മഹനീയ വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ പൊതുജനാരോഗ്യ രംഗത്ത് പ്രവർത്തിച്ച ശ്രീ ടി വി ടോമിസ് സാറിനെ ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, സൂചിപ്പിച്ചു, വളരെ പ്രതിസന്ധി കാലഘട്ടത്തിൽ പോലും തന്റെ ജോലിയോട് വളരെ സത്യസന്ധമായി നീതി പുലർത്തിയ, നമുക്കറിയാം, വില്ലേജ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിച്ച ഏറ്റവും ബഹുമാനപ്പെട്ട ആർ ബിജുമാൻ സാറിനെ ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വസ്ത്രരംഗത്ത് ഏറ്റവും കൂടുതൽ സുദീർഘമായ സേവനം ചെയ്ത് മൂലമറ്റത്തിൽ സ്വന്തം മാധ്യമം പ്രവർത്തനം 20 വർഷക്കാലമായ മാധ്യമത്തെ മഹനീയ വ്യക്തിത്വമായി തുടരുന്ന ശ്രീ ജോയി കിഴക്കേനെ ആദരിക്കുന്നവർക്കൊക്കെ ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പേരിൽ ഈ ജില്ലയിലെ 11.5 ലക്ഷം പേരുടെ പേരുള്ള എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. നിങ്ങൾ ഈ നാടിന് ചെയ്ത എല്ലാ സേവനങ്ങൾക്കും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ ഈ ജില്ല, ഇടുക്കി ജില്ല കടപ്പെട്ടിരിക്കുന്നു. അതിന് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. അവർക്കുള്ള മൊമന്റോയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യുന്നതിന് വേണ്ടി ആദരണീയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ സാറിനെ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ രാരിച്ചൻ സാറിൽ നിന്നും ആ മൊമന്റോയും സർട്ടിഫിക്കറ്റും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ ക്ഷണിക്കുകയാണ്. അതിൽ ഓരോരുത്തരെയും പറയുന്നതനുസരിച്ച് അവര് രാരിച്ചൻ നീർനാക്കുന്നതിന്റെ കയ്യിൽ നിന്നും മൊമന്റോയും സർട്ടിഫിക്കറ്റും വാങ്ങുന്നുണ്ടാവും. അതിനുവേണ്ടി ആദ്യമായിട്ട് ആദിവാസി ഗോത്ര മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് ആ മേഖലയിൽ ശക്തമായ സാന്നിധ്യമായി സംഘടനയായി മാറിയ മലയരയ മഹാജനസഭയുടെ സംസ്ഥാന പ്രസിഡന്റും ഗവൺമെന്റ് സർവീസിൽ നിന്ന് വിരമിച്ച ശങ്കരൻ സാറിനെ മൊമന്റോയും സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്നതിനും അത് നൽകുന്നതിനു വേണ്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാന്യനായ രാരിച്ചൻ നീർനാക്കുന്നതിനെയും ക്ഷണിക്കുകയാണ്. അടുത്തതായിട്ട് വെള്ളിയാമറ്റം കേന്ദ്രീകരിച്ച് പൊതുപ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായ സ്വന്തമായ ശൈലിയിലൂടെ പൊതുജനങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുന്ന പൊതുപ്രവർത്തകനായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സജി ആലക്കാത്തടത്തിനെയാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ സാറിനെ ക്ഷണിക്കുകയാണ്. മൂന്നാമതായിട്ട് നമ്മുടെ തൊട്ടടുത്ത നാട്ടുകാരനായ സർക്കാർ സർവീസിൽ മികച്ച സേവനം നൽകി രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും അവാർഡ് വാങ്ങിയ അടുത്തതായിട്ട് ആരോഗ്യരംഗത്ത് നിന്നും മികച്ച രീതിയിൽ പ്രവർത്തിച്ച
ടോമി അവർക്ക് മൊമെന്റോയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യുന്നു. ആർ ബിജുമോൻ, സർക്കാർ സർവീസിൽ മികച്ച സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന ആർ ബിജുമോന് ആദരപൂർവം മൂലമറ്റം പ്രസ് ക്ലബ്ബ് നൽകുന്ന മൊമെന്റോയും സർട്ടിഫിക്കറ്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകുന്നു. അടുത്തത് സാബു നെയ്യശ്ശേരി. സ്വന്തമായ പന്താവിലൂടെ മാധ്യമരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന തൊടുപുഴയുടെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകൻ സാബു നെയ്യശ്ശേരിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ മൊമെന്റോയും സർട്ടിഫിക്കറ്റും നൽകുന്നു. അടുത്തതായി ശ്രീ ജോയി കിഴക്കൻ, മൂലമറ്റത്തെ ആദ്യകാല മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ. ദീപികയിൽ പത്രപ്രവർത്തകനായി പ്രവർത്തിച്ചു വരികയാണ്. മൂലമറ്റ സ്വദേശിയായ ജോയി കിഴക്കലിന് മൂലമറ്റം പ്രസ് ക്ലബിന്റെ മൊമെന്റോയും സർട്ടിഫിക്കറ്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർനാക്കുന്നേൽ നൽകുന്നു. ഈ ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഗാനം ആലപിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പരിചയപ്പെടുത്താം. ജെയിൻ എന്നാണ്. നമ്മുടെ സഹപ്രവർത്തകനാണ്. പന്നിമറ്റ മേഖലയിലെ ദിനപത്രങ്ങളുടെ ഏജന്റാണ്. അദ്ദേഹം ഈ സമയം നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കും. എന്തൊരു ചേലാണ് നെഞ്ചിലെ നേരാണ്, എന്റെ കിനാവാണ്, എന്തിനു നീയാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. പുഞ്ചിരിക്കാറ്റെ പാറും പൂപ്പാറ്റെ ഒരുനാട്ടെ, ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ. കിളിപ്പൂമകളെ നീ അലിയും പൂന്തണലാണ്, ഇരക്കൊമ്പിലായി പെയ്തു തരും തേൻകുടമാണ്, അരിവോടെ തൊടും സ്വാഗതമാണ്. ഇതിലെ വാ കനവിലെ ചിറകുമാ, പകലിലെ വഴികളിൽ വെയിലുകോ അലിയുവാ. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കളിപ്പൂവേ മുറ്റമി
മുറ്റത്തൊരു കോണിൽ പച്ചപ്പനമ്പായി ഇഷ്ടക്കുറുമ്പോടെ ചേർന്നിരിക്കാം. മുത്തുകലമാരെ തെറ്റിപ്പിണങ്ങാതെ മുത്തുമിഴിയോടെ ഞാനിരിക്കാം. ഒരു ജലം പോലെ ഇരുമനം ചേരും മണിക്കുഞ്ഞോളങ്ങൾ മഴവില്ലായി മാറും. ഹിമചിമ്മാവാനം ഇതു കണ്ടേ നിൽക്കും. മണിക്കുടിലിൽ ചുവരുകളിൽ നിറം കുടന്നു മൂച്ചിരിക്കും. എന്തൊരു ചേലാണ് നെഞ്ചിലെ നേരാണ്. കൺമണിപ്പൂവേ കണ്ണാടി പൂവേ കളിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. കിളിപ്പൂമകളെ നീ അണിയും പൂന്തണലാണ്. ഇടക്കൊമ്പിലായി പെയ്തു തരും തേൻകുടമാണ്. അരികൂടെ തൊടും സ്വാന്തനമാണ്. ഇതിലെ വാ കനവിലെ ചിറകുമായി പകലിലെ വഴികളിൽ താങ്ക് യു. ഇന്നേ ദിവസം ഈ വേദിയിൽ എനിക്ക് പാടാൻ അവസരം തന്ന പ്രസ് ക്ലബിന്റെ എല്ലാ ഭാരവാഹികൾക്കും എന്നെ നന്ദി അറിയിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു ഗാനം ഇവിടെ ഈ വേദി ആലപിച്ച പന്നിമറ്റം കുന്നുംപുറത്ത് ജയൻ ചേട്ടനോടുള്ള നന്ദിയും കടപ്പാടും മൂലമറ്റം പ്രസ് ക്ലബിന്റെ പേരിൽ അറിയിക്കുകയാണ്. അടുത്തത് പ്രിവിലേജ് കാർഡ് വിതരണവും ആശംസാ പ്രസംഗവുമാണ്. അതിനുവേണ്ടി ആദരണീയനായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ MJ ജേക്കബ് സാറിനെ ക്ഷണിക്കുകയാണ്. സ്നേഹം നിറഞ്ഞ അധ്യക്ഷൻ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ സ്വാമി മുണ്ടയ്ക്കൽ, നമ്മുടെ സമൂഹത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ ആദരിക്കുകയും ഈ പ്രസ് ക്ലബിന്റെ 2ാം വാർഷികത്തിൽ പങ്കെടുക്കുകയും ചെയ്ത ഏറ്റവും സ്നേഹം നിറഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജത്തിന് നിർണ്ണാക്കുന്നതിൽ, ഇവിടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KS വിനോദ്, പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സുനി തോമസ്, ഇവിടെ ആദരിക്കപ്പെടുന്ന ബഹുമാനരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വളരെ അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനമാണ് 2 വർഷക്കാലമായി മൂലമറ്റം പ്രസ് ക്ലബ് നടത്തുന്നത് എന്ന് നമുക്കറിയാം. ഈ പ്രദേശത്തെ വാർത്തകൾ കഴിഞ്ഞ കാലങ്ങളിൽ തുലവും കുറവായിരുന്നു, പൊതുവെ കുറവായിരുന്നു. ഒട്ടേറെ സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് നമുക്കറിയാം. കുളംകുളം, തിരുവല്ല, മറ്റ് വടക്കുള്ള ടൂറിസ്റ്റ് മേഖലകൾ. അതോടൊപ്പം തന്നെ ഒട്ടേറെ പ്രതിസന്ധികളുമുള്ള ഒരു മേഖലയാണ്. വന്യമൃഗങ്ങളുടെ ശല്യം, കാലാവസ്ഥാ വ്യതിയാനം, വികസന രംഗത്തുള്ള പ്രതിസന്ധികൾ, ഈ കാര്യങ്ങളെല്ലാം നേരിടുന്ന ഒരു പ്രദേശമാണ് എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ അനന്ത സാധ്യതകളുമുള്ള പ്രദേശമാണ്. ഈ പ്രദേശത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ്, ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി കൃത്യതയോടുകൂടി നമ്മുടെ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ, ശ്രീ സൗമ്യ മുണ്ടയ്ക്കലിന്റെ നേതൃത്വത്തിൽ, അതേസമയം സെക്രട്ടറി ശ്രീ ബേബി താന്നിക്കൽ, ഇവിടെ സ്വാഗതം പറഞ്ഞ ശ്രീ ബേബി താന്നിക്കൽ അടക്കമുള്ള അവരുടെ സഹപ്രവർത്തകരെല്ലാം നന്നായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് കാണുന്നത് സന്തോഷകരമാണ്. അവർക്കെല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളെ പറ്റി 1-2 കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. നമ്മൾ ബഹുമാനിക്കുന്നവരെ ബഹുമാനിക്കണം, ആദരിക്കേണ്ടവരെ ആദരിക്കണം. അത് നമ്മുടെ ഒരു പൊതു ഉത്തരവാദിത്തമാണ്. നമ്മൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, അധ്യാപകരെ ബഹുമാനിക്കണം, സമൂഹത്തിൽ പ്രായമായവരെ ബഹുമാനിക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ ബഹുമാനിക്കണം. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആദരിക്കപ്പെടുമ്പോൾ ആദരിക്കപ്പെടുന്നവർ മാത്രമല്ല, നമുക്ക് ആദരവ് നമ്മൾ കൊടുക്കുന്നവരും കൂടെയാണ് ബഹുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ പ്രസ് ക്ലബിന് ഈ രീതിയിലുള്ള ഒരു ആദരവ് ഇവരെ ആദരിച്ചപ്പോൾ കിട്ടിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കാര്യം നമുക്കറിയാം, ശ്രീ KG ശങ്കരൻ, എനിക്കറിയാം, എൻ്റെ സാർ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്.
ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചത് കൊണ്ട് നല്ല വാക്ക് പറയുന്നതല്ല. ഒരു കാര്യം സത്യമാണ്, നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന പലരെ പറ്റിയും പല രീതിയിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും വരും. ശ്രീ ശങ്കരൻ ജോലി ചെയ്തിരുന്നപ്പോൾ 10 പൈസ നെറ്റിയിൽ തൊടാനുള്ള ഒരു അഴിമതി ആരോപണം അദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് അഡീഷണൽ കമ്മീഷണറായിട്ട് പ്രവർത്തിക്കുമ്പോൾ അത്രയും ഉന്നതമായ സ്ഥാനത്താണ്. ആ ഉന്നതമായ സ്ഥാനത്തിരിക്കുമ്പോൾ 1 രൂപയുടെ പോലും അഴിമതി ആരോപണമോ ഒരു മറ്റുള്ളവരോടുള്ള ഒരു ബഹുമാനക്കുറവോ അദ്ദേഹം കാണിച്ചിരുന്നില്ല. അദ്ദേഹം എത്ര ആദരിച്ചാലും അത് കൂടുതലാകിയത് ഇപ്പൊ അദ്ദേഹം സമുദായത്തിന്റെ സാമൂഹിക പ്രവർത്തനങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അദ്ദേഹത്തെ പ്രത്യേകമായി അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീ സജി ആലപ്പുറം, സജിയെ പറ്റി പിന്നെ വളരെ ഏറെക്കാലമായിട്ടുള്ള ആത്മബന്ധമുണ്ട്. പിന്നെ സജി ഞങ്ങളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോളോവറായിരുന്നു. നന്നായ സമയത്ത് ചെറിയൊരു പണി അദ്ദേഹം വന്നു എന്നുള്ളത് വെച്ചാൽ അന്നും വളരെ സന്തോഷത്തോടുകൂടി, വളരെ ആദരവോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി പ്രവർത്തിക്കുന്ന സജിയെ കണക്കാക്കുന്നത് എപ്പോഴും നല്ല സുന്ദരനാണ്. എപ്പോഴും ചിരിക്കുകയും എപ്പോഴും സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നിൽക്കുകയും ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. കോവിഡിന്റെ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിനൊക്കെ നല്ല ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കുന്നു. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ശ്രീ ബിജുപ്പന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു പോരാട്ടവും അദ്ദേഹം സർവീസിൽ നടത്തുന്ന അർപ്പണ മനോഭാവവും നമുക്ക് ഒരു മാതൃകയാണ്. അങ്ങനെയുള്ള ചില നല്ല നല്ല വ്യക്തിത്വങ്ങളാണ് പലപ്പോഴും ഡിപ്പാർട്ട്മെന്റ് പേരും പ്രശസ്തിയും ഉണ്ടായിരുന്നത്. അത് നല്ല രീതിയിൽ നല്ല പിന്നെ അംഗീകാരത്തോടു കൂടി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്ന് നമുക്കറിയാം. ശ്രീ ടി വി ടോമി, ഇവിടെ ശ്രീ സോമി ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ജോലിയായിട്ട് കാണാതെ എന്റെ ഡ്യൂട്ടിയാണ്, എന്റെ അർപ്പണ മനോഭാവമാണ്, ജനങ്ങൾക്ക് ഗുണകരമെന്ന് ചിന്തിക്കുന്ന ഒരു നല്ല ഒരു പ്രവർത്തകനാണ്, അല്ലെങ്കിൽ ഒരു ജോലിക്കാരനായിരുന്നു എന്ന് നമുക്കറിയാം. പിന്നെ സാബു ഐശ്വര്യയെ പറ്റി ഇവിടെ പറഞ്ഞു. പത്രപ്രവർത്തന രംഗത്തെ ഒരു കുലപതിയാണ് അദ്ദേഹം. എല്ലാവർക്കും അറിയാം, അദ്ദേഹം പ്രതികരിക്കുന്നവരാണ്. പലർക്കും പലരോടും ഭയമാണ്. പത്രപ്രവർത്തകരടക്കമുള്ളവർക്ക് ഇപ്പോൾ ഭയമാണ്. തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിക്കാരെ ഭയം, സമുദായ നേതാക്കന്മാരെ ഭയം, അല്ലാത്തവരെ ഭയമില്ലാതെ ഇപ്പോൾ പ്രവർത്തിക്കാൻ പറ്റിയല്ലാത്ത. പക്ഷെ നിർഭയനായി ഒരു അല്ലെങ്കിൽ പത്രപ്രവർത്തന രംഗത്ത് നിൽക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് സാബു ഐശ്വര്യ. അതിന്റെ പല ദൂഷ്യങ്ങളും അദ്ദേഹത്തിന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹം ഒരു പക്ഷേ ഇതിനേക്കാൾ എത്രയോ വലിയ നിലയിലേക്ക് കാര്യങ്ങൾ പത്രപ്രവർത്തന രംഗത്ത് പോകേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ നിർഭയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ ഉദാത്തമായ ഉന്നതമായ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് പോകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അദ്ദേഹത്തിന്റെ ചാനൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ശ്രീ ജോയി കിഴക്കേക്കര, നമുക്കറിയാം ഈ പ്രദേശത്തെ ഏറ്റവും നല്ലൊരു പൊതുപ്രവർത്തകനാണ്. പത്രപ്രവർത്തന രംഗത്ത് വഹിക്കുന്നു. അതുകൂടാതെ തന്നെ വിവിധ തലങ്ങളിൽ സാമുദായിക പ്രവർത്തന രംഗത്ത് സ്കൂളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ, കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളിൽ എല്ലാം നേതൃത്വമായി പങ്കുവഹിക്കുന്ന ഒരു വിനയാനീതമായിട്ടുള്ള നല്ല മുഖത്തോടു കൂടിയുള്ള ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ കാലം നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്നുള്ള ആശംസയോടുകൂടി വരും കാലങ്ങളിലും മൂലമറ്റം പ്രസ് ക്ലബ് ഇത്തരത്തിലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ള അപേക്ഷയോടുകൂടി നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഈ പ്രസിഡന്റിനെയും ഭാരവാഹികളെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. എനിക്കൊരു 2 പരിപാടികൾ സാറേ, ഒരു മിനിറ്റ്. നമ്മുടെ മൂലാറ്റം പ്രസ് ക്ലബിലെ അംഗങ്ങളായിട്ടുള്ള പത്രപ്രവർത്തകർക്ക് മൂലക്കോടം ഹോളി ഫാമിലി ആശുപത്രി നൽകിയിട്ടുള്ള പ്രിവിലേജ് കാർഡ് ഈ സമയത്ത് കൊടുക്കുന്നുണ്ടാവും. ഇതിനു മുൻപ് തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ബേബി മെമ്മോറിയൽ, പഴയ ചാഴികാട്ട് ആശുപത്രി, ഇപ്പോഴത്തെ ബേബി മെമ്മോറിയലിന്റെ പ്രിവിലേജ് കാർഡ് പത്രപ്രവർത്തകർക്ക് നമ്മൾ വിതരണം ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ചികിത്സാർത്ഥം ഈ ആശുപത്രി ചെല്ലുമ്പോൾ നമുക്ക് അവിടുന്ന് വിവിധ തലങ്ങളിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ഡിസ്കൗണ്ട് അനുവദിക്കുന്നതാണ് പ്രിവിലേജ് കാർഡ്. അപ്പം ഹോളി ഫാമിലി ആശുപത്രി മുതലക്കോടം നൽകിയിട്ടുള്ള പ്രിവിലേജ് കാർഡ് ഈ അവസരത്തിൽ പ്രൊഫസർ എം.ജെ. ജേക്കബ് സാറ് പത്രപ്രവർത്തകർക്ക് നൽകുന്നുണ്ടാവും. അതിനുവേണ്ടി സാറിനെ പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. ആ കാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മംഗളം ലേഖകൻ ബേബി ചേട്ടനെ ക്ഷണിക്കുകയാണ്. അടുത്തത് മനോരമയുടെ ലേഖകൻ ഷാനവാസിയേട്ടനാണ്.
ഷാനവാസ് ചേട്ടനെ കാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. നമ്മുടെ അംഗമായിട്ടുള്ള മാധ്യമം പത്രത്തിന്റെ ലേഖകൻ ഹാരിസ്, അദ്ദേഹം മുട്ടം സ്വദേശിയാണ്. ഹാരിസിനെ കാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അടുത്തത് ബെഞ്ചമിൻ ചേട്ടനാണ്. BBC-യുടെ ക്യാമറമാനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ്. മൂലമറ്റം സ്വദേശിയാണ്. ബെഞ്ചമിൻ ചേട്ടൻ പ്രൊഫസർ NJ ജേക്കബിൽ നിന്ന് കാർഡ് സ്വീകരിക്കുന്നു. അടുത്ത ദീപികയുടെ മൂലമറ്റത്തെ ലേഖകൻ ജോലാലാണ്. ജോലാല് കാർഡ് MJ ജേക്കബ് സാറിൽ നിന്നും സ്വീകരിക്കുകയാണ്. അറക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് KS വിനോദ് വേദിയിലേക്ക് എത്തിയിരുന്നു. അദ്ദേഹത്തിന് ഈ മഹനീയ ചടങ്ങിലേക്ക് സ്വാഗതം. ഇനി ആശംസകൾ നേരാനുള്ള സന്ദർഭമാണ്. ആശംസകൾ നേരുന്നതിന് വേണ്ടി അറക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് KS വിനോദ് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ മൂലമറ്റം പ്രസ് ക്ലബ്ബ് 2ാം വാർഷികാഘോഷ ദിനത്തിൽ ഇതിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ശ്രീ ടോമി മുള്ളക്കൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ്, അതോടൊപ്പം ഇന്നിവിടെ ഉദ്ഘാടനം നിർവഹിക്കുകയും അതോടൊപ്പം വിശിഷ്ട വ്യക്തികളെ ആദരിക്കുകയും ചെയ്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജചന്ദ്രൻ, പ്രിവിലേജ് കാർഡ് നടത്തുകയും ആശംസകൾ സംസാരിക്കുകയും ചെയ്ത ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ MJ ജേക്കബ് സാർ, അതോടൊപ്പം നമുക്ക് ഹൃദ്യമായ ഭാഷയിൽ സ്വാഗതം ആശംസിച്ച ഇതിന്റെ മംഗളം ലേഖകൻ ബേബി ചേട്ടൻ, അതോടൊപ്പം ഇന്നിവിടെ ഈ വേദിയിൽ ആദരിക്കപ്പെടുന്നു വിവിധ മേഖലകളിൽ വ്യക്തിത്വം തെളിയിച്ചിട്ടുള്ള ആൾക്കാരെ ആദരിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ശ്രീ KB ശങ്കരൻ, സജി ആലക്കാത്തറം, R ബിജുമൻ, TV ടോമി, സാഹു നെയ്ശ്ശേരി, ജോയി കിഴക്കൽ, ആശംസകൾ ചർച്ചിക്കുന്ന ഈ വാർഡിന്റെ മെമ്പർ കൂടിയായ സിനി തോമസ്, വിശിഷ്ട വ്യക്തികളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രസ് ക്ലബ്ബ് മൂലമറ്റത്ത് സ്റ്റാർട്ട് ചെയ്ത് എന്തായാലും ഞാൻ പ്രസിഡന്റായിരിക്കുന്ന ഒരു കാലത്താണ് എന്നുള്ളതുകൊണ്ട് എനിക്കത് വളരെ സന്തോഷമുണ്ട്. മൂലമറ്റത്തിനെ സംബന്ധിച്ചോളം സാറിപ്പ് പറഞ്ഞ പോലെ തന്നെ വിവിധ സാധ്യതകളുള്ള ലഭ്യത മേഖലകളിൽ നിന്ന് വിവിധ സാധ്യതകളുള്ള ഒരു പഞ്ചായത്താണ്. അതിലെ കാര്യങ്ങൾ ഓരോന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഓരോ കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ, തെറ്റായാലും ശരിയായാലും എന്താ തന്നെയായിരുന്നാലും അത് മുമ്പോട്ട് കൊണ്ടുവരുവാൻ ഈ പ്രസ് ക്ലബ്ബ് എന്തായാലും പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഒരുപാട് സഹായങ്ങളാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അവരുമായി വേണ്ട കാര്യങ്ങൾ സംസാരിക്കുകയും അവർക്ക് ചില പ്രശ്നങ്ങളുണ്ടായത് ഞങ്ങളത് സംസാരിച്ച് തീർക്കുകയൊക്കെ ചെയ്യുകയാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും അവര് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് എന്തായാലും പ്രസ് ക്ലബ്ബ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊരു നല്ല കെട്ടിടം, ഒരു നല്ല റൂം, അവർക്ക് ഇച്ചിരി സൗകര്യപ്രദമായ ഒരു റൂമാണ് എന്റെ മനസ്സിലുള്ള. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ഇരിക്കുന്ന റൂം പഞ്ചായത്തിന്റെ കെട്ടിടത്തിലിരിക്കുന്ന വാടക കുറവാണെങ്കിൽ പോലും ചെറിയ ഇരിക്കുന്ന റൂം അത് പോരാ. അവരുടെ ഒരു ഇച്ചിരിയുടെ വിശാലമായ രീതിയിലേക്ക്, ഒരു നല്ല രീതിയിലേക്ക് വരുന്നവർക്ക് പ്രസ് മീറ്റിംഗ് ഒക്കെ നടത്തുവാൻ വരുന്നവർക്ക് നല്ല രീതിയിൽ പ്രവർത്തനം, അല്ലെങ്കിൽ വരുമ്പോൾ തന്നെ ഒരു ആകർഷണം ഉണ്ടാകുന്ന രീതിയിലേക്ക് വേണം ഒരു പ്രസ് ക്ലബ്ബ് സംവിധാനം ഉണ്ടാവുക. തീർച്ചയായിട്ടും അതിന് അവർക്ക് അവരുടെ കൂട്ടായ്മയ്ക്ക് സാധിക്കട്ടെ. അതോടൊപ്പം ഈ വേദിയിൽ വിശിഷ്ട വ്യക്തികളായിട്ട് അല്ലെങ്കിൽ ആദരിക്കപ്പെടുന്ന വിവിധ തരത്തിലുള്ള അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് അറിയാവുന്നത് ബിനുമോനെയും കിഴക്കേ സാറിനെയാണ്. മറ്റുള്ളവരെ എല്ലാവരും കണ്ടുപരിചയമുണ്ടെങ്കിൽ പറഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള ഏത് മേഖലയാണെന്ന് അറിയുന്നില്ല. എന്തായാലും ബിനുമോനെ കാര്യം തീർച്ചയായിട്ടും എനിക്ക് എന്റെ ചെറുപ്പം തൊട്ടേ അറിയാം, പഠിക്കുന്ന കാലം തൊട്ട് തന്നെ അറിയുകയും അതോടൊപ്പം തന്നെ സാറിനെയും തീർച്ചയായിട്ടും അങ്ങനെ വിവിധ മേഖലകളിൽ വ്യക്തിത്വം പതിപ്പിക്കുന്ന അവരെയൊക്കെ ആദരിച്ചുകൊണ്ട് നിങ്ങളുടെ ഇന്നത്തെ ഈ 2ാം വാർഷികം നല്ല വിപുലീകരിച്ച് നടത്തിയ നമ്മളുടെ ഈ പത്രസഭ അല്ലെങ്കിൽ പത്ര കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസ നേർന്നു. ഇതോടൊപ്പം ഇനിയും വരുന്ന കാലങ്ങളിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പഞ്ചായത്തിനെ അങ്ങ് മുൻനിരയിലേക്ക് എത്തിക്കുവാൻ തീർച്ചയായിട്ടും ഇവരുടെ സഹായം ഉണ്ടാവും. അതിന് തീർച്ചയായിട്ടും ഇവർക്ക് ഓരോരുത്തർക്കും മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ നേരുന്നതിന് വേണ്ടി അറക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം സിനി തോമസിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ മൂലമറ്റം പ്രസ് ക്ലബ്ബ് 2ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ അധ്യക്ഷ പദവി അലങ്കരിച്ച നമ്മുടെ സോമി മുണ്ടക്കൻ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീർനാക്കുന്നേല്, പ്രൊഫസർ MJ ജേക്കബ് സാറ്, അറക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് KS അവറുകള്, അതുപോലെ തന്നെ നമ്മുടെ സ്വാഗതം ആശംസിച്ച ശ്രീ AR അനീഷ്, പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നന്മ മരങ്ങളായ നമ്മുടെ KB ശങ്കരൻ, അതുപോലെ തന്നെ സജി ആലക്കാത്തടം, R ബിജുമോൻ,
TV ടോമി, സാബു നെയ്ശ്ശേരി, ജോയി കിഴക്കൽ, പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളതും, കാരണം ഈ നമ്മുടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ കഷ്ടപ്പാടുകളും മുള്ളുകളും, അതായത് പത്രപ്രവർത്തനം എന്നുള്ളത് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവരെ ഓരോരുത്തരും കടന്നു വന്ന ഈ നല്ല നല്ല വേദികളിൽ ഇരിക്കാനും അതുപോലെ ഇവരെ ആദരിക്കപ്പെടാനും ഒക്കെ നമുക്കൊരു സാഹചര്യം ഉണ്ടായി എങ്കിൽ വളരെ നല്ല രീതിയിൽ ഇവർ പ്രവർത്തിച്ചതുകൊണ്ടാണ്. കാരണം ഇവരിൽ പ്രത്യേകിച്ച് എനിക്ക് പറയുവാണെങ്കിൽ ടോമി സാറിനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. കാരണം ഞാൻ ഈ വേദിയിൽ ഒരു വാക്കാണ് സംസാരിക്കാൻ ഇവിടെ ഏറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ കുറെ ആൾക്കാരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കാനായിട്ട് എന്നെ വ്യക്തിപരമായി സഹായിച്ച ഒരു വ്യക്തിയാണ്. അതായത് ഒരു മഹനീയ വ്യക്തിത്വമാണ് ടോമി സാറ്. അതായത് ഇവിടെ HI ആയിട്ട് നമ്മുടെ അറക്കുളത്തിരുന്നപ്പോൾ ഞാൻ കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട CDS മെമ്പറായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു സംരംഭം എൻ്റെ വീട്ടിൽ തുടങ്ങുകയും അതിന്റെ ABCD എനിക്ക് പറഞ്ഞു തന്നുകൊണ്ട് ഒരാഴ്ച കൊണ്ട് എല്ലാ കാര്യങ്ങളും നല്ല മാന്യമായ രീതിയിൽ നമ്മളോട് ഒരു കട്ടൻ ചായ പോലും പ്രതിഫലം പറ്റാതെ ഇപ്പൊ ഓരോരുത്തരും ഇവിടെ ഇവരെ കുറിച്ച് പറയുകയുണ്ടായി. കാരണം എന്നെ സംബന്ധിച്ചാൽ ഒരു പഞ്ചായത്തിലെ ഒരു മെമ്പറായി വന്നപ്പോൾ തന്നെ നമുക്കറിയാം ഇതിനകത്ത് അതായത് കൈക്കൂലി കൈപ്പറ്റുന്നവരാര്, പഞ്ചായത്തിൽ ഒരു കാര്യം സഹായിച്ചെടുക്കാനായിട്ട് നമ്മളൊരു 10-40 സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ ഓരോരുത്തരുടെ അടുത്തൂടെ ഓരോ വ്യക്തികൾ ചെല്ലുമ്പോഴും അവരെ തിരിച്ചയക്കുന്നു. അതുപോലെ തന്നെ എത്ര ദിവസങ്ങൾ ഒക്കെയാണ് ഓരോ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. കാരണം ഒരു 5 വർഷക്കാലം ആകാറായി ഞാനൊക്കെ ഒരു മെമ്പറായിട്ട് ഇരിക്കുന്നത് കൊണ്ട്. കാരണം ഏതായാലും നമുക്ക് 2-3 മാസം കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങിപ്പോകും. എങ്കിലും ഓരോ വ്യക്തികളെയും നമുക്ക് ഏകദേശം മനസ്സിലാക്കാനും അവര് ഏർപ്പെടുന്ന മേഖലകൾ നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടോ? ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോളം പല രീതിയിലും നമ്മളെ വഞ്ചിക്കപ്പെടുന്നവരാണ്. കാരണം ഒരു പാവപ്പെട്ടവൻ ഒരാവശ്യമായിട്ട് പഞ്ചായത്തിനെ സമീപിക്കുമ്പോൾ ഇപ്പൊ ഇവർക്കറിയാം മാധ്യമപ്രവർത്തകർ ഇതിന്റെ ഒരു നെടും തൂണാണ്. കാരണം ഇവരില്ലായിരുന്നുവെങ്കിൽ നമ്മളെ അതായത് ഒരു കേരളീയൻ എന്ന രീതിയിൽ ഇന്നിപ്പോ എന്തെല്ലാം സംഭവങ്ങളാണ്. നമുക്കൊരു കർഷകന് ജീവിക്കാൻ മേലാത്ത സാഹചര്യം നീട്ടിക്കൊണ്ട് പോകുന്നില്ല എങ്കിൽ പോലും ഇവരില്ല എങ്കിൽ നമുക്ക് ഈ സിറ്റിയിൽ പോലും ഇവിടെ തൊട്ടടുത്ത് പറമ്പിൽ പോലും ഒരു കപ്പയോ ചേനയോ നമുക്ക് ഇട്ട ഒരു കർഷകന് അതൊരു ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാത്ത കാലഘട്ടമാണ് ഇന്ന്. നമുക്കറിയാം, പ്രത്യേകിച്ച് നമ്മുടെ മന്ത്രിയൊക്കെ അതിനു വേണ്ടി ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ ഓരോരുത്തരും ധർണയിരുന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിനൊന്നും സാധിച്ചെടുക്കാൻ സാധിച്ചില്ല. എങ്കിലും നമ്മുടെ ഓരോരുത്തരെയും പ്രയത്നങ്ങൾ, പിന്നെ നമ്മുടെ മാധ്യമങ്ങൾ ഇതിന് 100% അവരെല്ലാ രീതിയിലും പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെയായാലും നിലനിൽക്കുന്നത്. ഇനി മുമ്പോട്ട് പോകുന്നതോറും നമുക്ക് കർഷകരില്ല, നമുക്കൊന്നും അതായത് വസ്തുക്കൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ ഒന്നും കിട്ടാൻ മേലാത്ത ഒരു സാഹചര്യമാണ്. അപ്പൊ ഇതെല്ലാം ഈ ഒരു വേദിയിൽ ഇവരൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ദീർഘകാലം അവർ വളരെയധികം വേദനിച്ചിട്ടുണ്ടാവും. അവരുടെ പരിശ്രമം ഫലം ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടി ഏറ്റവും ബഹുമാനത്തോടെ ഞാൻ ഇവരുടെ അതായത് നമ്മുടെ മാധ്യമപ്രവർത്തകരെ ആദരിക്കാൻ വേണ്ടി ഇവരിതിന് മുൻകൈ എടുത്തുവെങ്കിൽ തീർച്ചയായും ആദരിക്കപ്പെടേണ്ട വ്യക്തികൾ തന്നെയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഏറ്റവും സ്നേഹത്തോടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പൊ എല്ലാം നല്ലൊരു നന്മമരങ്ങളായി തീരാൻ വേണ്ടി എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. യാതൊരു അഹങ്കാരവുമില്ലാതെ പ്രവർത്തിക്കാൻ ഇനി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. മൂലമറ്റം പ്രസ് ക്ലബിന്റെ ആദരവ് ഏറ്റുവാങ്ങിയ വിശിഷ്ട വ്യക്തികൾക്കുള്ള മറുപടി പ്രസംഗത്തിന്റെ സമയമാണിത്. ആദ്യമായിട്ട് മറുപടി പ്രസംഗത്തിനായി KB ശങ്കരൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മാന്യ സദസ്സിന് നമസ്കാരം. നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ സ്വാമി മുണ്ടയ്ക്കൽ അവർ, നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാധിച്ചൻ സാറ്, വേദിയിലുള്ള സംസാരിച്ച അറക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷിനോദ്, അറക്കുളം പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സിരി തോമസ്, എന്നോടൊപ്പം ഇവിടെ ആദരിക്കപ്പെടുന്നതിന് എത്തിയിട്ടുള്ള ബഹുമാന്യരായ സുഹൃത്തുക്കളെ, സദസ്സിലുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ,
എനിക്കിവിടെ ആദ്യമേ പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മയാണ്. അതായത് ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ പല രീതിയിലുള്ള അവാർഡുകളും അതുപോലെ ആശംസകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. എന്നാൽ ഒരു മാധ്യമ സ്ഥാപനം നൽകുന്ന അല്ലെങ്കിൽ തരുന്ന ഒരു അവാർഡ് അല്ലെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്നത് ആദ്യത്തേതാണ് എന്ന് എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. ആ കാരണങ്ങളിൽ തന്നെ മൂലമറ്റം പ്രസ് ക്ലബിനെ വളരെ ബഹുമാനത്തോടുകൂടി എൻ്റെ ഭാരവാഹികളെ, സെക്രട്ടറി, പ്രസിഡന്റ്, എൻ്റെ മുഴുവൻ ഭാരവാഹികളെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ്. കാരണം മാധ്യമ സ്ഥാപനം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ ഈ 3 നെടും തൂണുകളോടൊപ്പം ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന 4ാമത്തെ തൂണാണ് മാധ്യമ സംവിധാനം. നമുക്കറിയാം, മാധ്യമങ്ങൾ ഇന്ന് ചെയ്യുന്ന ആ ജോലി, അവരേറ്റെടുക്കുന്ന ആ പ്രതിബദ്ധത, സമൂഹത്തിലുള്ള ഉത്തരവാദിത്വം, പല കാര്യങ്ങളും പരസ്യമായി യാതൊരു കുറവുമില്ലാതെ പൊതുജനത്തെ ധരിപ്പിക്കാൻ എടുക്കുന്ന സന്മനസ്സുള്ള പ്രവൃത്തി എല്ലാം മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തകരുടെയും ഉത്തരവാദിത്വം ആണ്. അത് നല്ല രീതിയിൽ നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമ ലോകം എല്ലാ രീതിയിലും നമുക്ക് ശ്ലാഘനീയമാണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നത് എന്നതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആൾക്കാരോടും നമ്മുടെ ഹൃദയംഗമായ സ്നേഹം അറിയിക്കാൻ ഞാൻ ഈ നിമിഷം ആഗ്രഹിക്കുകയാണ്. ഇതുപോലെയുള്ള ഒരു സ്നേഹ ആദരവ് ഞങ്ങൾക്ക് തന്നതിന് പ്രത്യേകം നന്ദിയും മൂലമറ്റം പ്രസ് ക്ലബിന്റെ ബഹുമാന്യരായ ഭാരവാഹികളോട് അറിയിക്കാനും ഈ നിമിഷം ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഏറ്റവും അധസ്ഥിതമായിട്ടുള്ള ഒരു സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്. പട്ടിക വർഗ വിഭാഗത്തിൽ ഉള്ള ആ ഒരു പ്രവർത്തന രംഗത്താണ് നിൽക്കുന്നത്. നമുക്കറിയാം, നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെയുള്ള സങ്കീർണതകളും നിറഞ്ഞ ഒരു മേഖലയാണ് ആദിവാസി സമൂഹം എന്നത്. വളരെ പ്രധാനപ്പെട്ട രീതിയിൽ കാണേണ്ടതുമാണ് ഈ വിഭാഗത്തെ. കാരണം മഹാത്മജി ഒരിക്കൽ പറഞ്ഞൊരു വാക്കാണ് ഞാനിവിടെ ഓർക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗാന്ധി ദർശനിൽ അദ്ദേഹം രേഖപ്പെട്ട ഒരു കാര്യം, അതായത് ഭരണാധികാരികൾ ആരാണെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം, അതിന്റെ പ്രയോജനം സമൂഹത്തിലെ അധഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ദളിതന്റെയോ ആദിവാസിയുടെയോ മുഖത്ത് കാണുന്ന ആ പ്രസരിപ്പ് ഉൾക്കൊണ്ടുകൊണ്ട് വേണം, അല്ലെങ്കിൽ അവരുടെ ദയനീയ അവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നിങ്ങൾ തീരുമാനം എടുക്കാൻ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പല തീരുമാനങ്ങളും സ്വാതന്ത്ര്യ അനന്തര ഭാരതത്തിന്റെ ഭരണകർത്താക്കൾ എടുക്കുന്ന പല തീരുമാനങ്ങളും അതേ രീതിയിലാണോ ആയിരുന്നോ എന്നൊക്കെ നമുക്ക് വിശകലനം ചെയ്യേണ്ടി വരും. എന്തുതന്നെയായിരുന്നാലും നമ്മുടെ ഭരണഘടനയും നമ്മുടെ സംവിധാനങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ആ മഹത്തായ മഹനീയമായ പാരമ്പര്യത്തെ ഉൾക്കൊള്ളാൻ നമ്മുടെ ഭരണകർത്താക്കളും അതുപോലെ പൊതുസമൂഹവും തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായിട്ടുള്ള കാര്യം. മറ്റൊന്ന് നമുക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിനാറിയോ എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥ മേഖലയിൽ ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നത് ഒരു സർക്കാർ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ലെറ്റർ ആൻഡ് സ്പിരിറ്റിന് നമ്മളതിനെ ബഹുമാനിക്കുകയും അത് നടപ്പിലാക്കുന്നതിന് വേണ്ട ഒരു ശ്രമം നമ്മളൊക്കെ ചെയ്തിരുന്നു. ഞാൻ 2012 റിട്ടയർ ചെയ്തതാണ്. അതിനു മുമ്പ് നമ്മൾ സർവീസിനെ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് കാണുന്നത്, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, എങ്കിലും നമ്മുടെ സർക്കാർ ഉത്തരവുകളോ കോടതി വിധിയൊക്കെ വരുമ്പോൾ അതിന്റെ അർത്ഥത്തോടു കൂടി നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനം അതിനോട് പ്രതികരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം പലപ്പോഴും ഉത്തരവുകൾ വരുന്നുണ്ട്, അത് നടപ്പിലാക്കുന്നതിന് വരുന്ന സാവകാശം, അത് നടപ്പിലാക്കുന്നതിന് വരുന്ന കാലതാമസം
ഇതൊക്കെ പൊതുസമൂഹത്തെയും പൊതുജനത്തെയും ഒന്നല്ലെങ്കിൽ മറ്റേ രീതിയിൽ ദോഷകരമായി ബാധിക്കുന്നതാണ്. കാരണം ഓരോന്നിനും ഓരോ കാലപരിധിയുണ്ട്. ആ കാലപരിധിക്കുള്ളിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സവിശേഷമായിട്ടുള്ള മനോഭാവമാണ് ഔദ്യോഗിക തലങ്ങളിലുള്ളവർക്ക് വേണ്ടത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞത്. ഏതായാലും ഈ മഹനീയ വേളയിൽ എല്ലാവരെയും കാണുന്നതിനും ഇതുപോലെ ഒരു സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനും അവസരം ലഭിച്ചതിന് പ്രത്യേകിച്ച് മൂലമറ്റം പ്രസ് ക്ലബിനോടും അതുപോലെ ഈ അവാർഡ് ഞങ്ങൾക്ക് തന്ന നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജൻ സാറിനോടും ഒക്കെയുള്ള ആ അകൈതവുമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫസർ MJ ജേക്കബ്, അദ്ദേഹം ഞങ്ങളുടെ സഹപാഠികളായിരുന്നു, കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാണ്. ആ ഒരു ബഹുമാനവും ആദരവും ഒക്കെ പരസ്പരം ഞങ്ങൾ നിലനിർത്തിപ്പോരുന്നുണ്ട്. അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് നമുക്കറിയാം ഒരുപാട് ദൂഷിത വലയങ്ങളിലൂടെ ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സന്ദർഭമാണ് ഇന്നുള്ളത്. അത് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സാരി തോമസ് സംസാരിച്ചതുപോലെ ടെലിവിഷൻ കാണുമ്പോഴും പത്രമാധ്യമങ്ങളൊക്കെ വായിക്കുമ്പോഴുമൊക്കെ ദൈവമേ നമ്മൾ ഇങ്ങനെയുള്ള ഒരു കാരണം സംഭവിക്കരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോഴും ചില സങ്കടങ്ങളായ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന മക്കൾ, മക്കളെ തിരിച്ചു ദ്രോഹിക്കുന്ന മാതാപിതാക്കൾ, അതുപോലെ പരസ്പര സഹോദരങ്ങളും സഹോദരിമാരും, പൊതുസമൂഹം, ഇതൊക്കെ ഇല്ലായ്മ വരണമെങ്കിൽ രണ്ടക്ഷരം നമുക്ക് കൂടിയേ തീരൂ. ആ രണ്ടക്ഷരം എന്ന് പറയുന്നത് സ്നേഹം എന്നതാണ്. ഏത് വലിയ വിഷയങ്ങളെയും സ്നേഹത്തിന്റെ പരിധാനത്തോട് കൂടി, സ്നേഹത്തിന്റെ മുന്നൊരുക്കങ്ങളോട് കൂടി നമ്മൾ കാണുകയാണെങ്കിൽ ഏതൊരു പ്രശ്നവും നമുക്ക് സഹവർത്തിത്വത്തോടുകൂടി മനോഭാവത്തോടുകൂടി അതിനെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യമാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, സമയം നിരവധി ആളുകൾ സംസാരിക്കാനുണ്ട്. ഏതായാലും ഒരിക്കൽ കൂടി ഈ മഹനീയ കൂട്ടായ്മയ്ക്ക്, ഈ സ്നേഹ സമ്മാനത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി. മൂലമറ്റം പ്രസ് ക്ലബിന്റെ ആദരവേറ്റ് വാങ്ങിയ പൊതുപ്രവർത്തകൻ സജി ആലക്കാത്തട. മൂലമറ്റം പ്രസ് ക്ലബിന്റെ പ്രസിഡന്റും ഈ യോഗത്തിന്റെ അധ്യക്ഷനുമായ ബഹുമാന്യനായ സ്വാമി ഉണ്ടയ്ക്കൽ, ഇവിടെ ആദരിക്കപ്പെടുന്നതിനായി എത്തിച്ചേർന്ന ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ, അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ എൻ്റെ അധ്യാപകൻ കൂടിയായ പ്രൊഫസർ MJ ജേക്കബ് സാർ, അറക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ ഈ വാർഡിൻ്റെ അറക്കുളം പഞ്ചായത്ത് ഈ വാർഡിൻ്റെ മെമ്പർ, ഇവിടെ ആദരിക്കപ്പെട്ട മറ്റ് വ്യക്തിത്വങ്ങളെ, പ്രസ് ക്ലബിൻ്റെ പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഈ വേദിയിൽ ഇതുപോലൊരു ആദരവ് തരുന്നതിനായി എളിയവനായ എന്നെ തിരഞ്ഞെടുത്ത നിങ്ങളോടുള്ള മൂലമറ്റം പ്രസ് ക്ലബിനോടുള്ള നന്ദി പ്രഥമ വാക്കുകളിൽ തന്നെ ഞാൻ രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ ഘട്ടങ്ങളിൽ സഹായം ചോദിക്കുന്ന അല്ലെങ്കിൽ അവാഞ്ഛ്യമായ വാക്കുകളിലൂടെ സഹായം ചോദിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഇവരുടെ അത്യാവശ്യ ഘട്ടങ്ങളിലും ആവശ്യ ഘട്ടങ്ങളിലുമെല്ലാം ഓടിയെത്തുവാനും സഹായിക്കുവാനും ഒരു കൈത്താങ്ങാകുവാനും തിരയുന്ന നിരവധി ആളുകൾ, സഹായം അർഹിക്കുന്ന നിരവധി ആളുകൾ ഉണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ കൺമുമ്പിലും കാണുന്ന ഇവരെ സഹായിക്കുവാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുക എന്നുള്ളത് മഹത്തരമായ ഒരു കാര്യമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് പൊതുപ്രവർത്തന രംഗത്തിൻ്റെ ഒരു മഹനീയ പ്രവർത്തനമാണ് എന്നത് നമുക്കറിയാം. അത് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ ഈ രംഗത്ത് പ്രവർത്തിപ്പിക്കുന്നത് എന്ന് ആണ് ഞാൻ ഇവിടെ ഇരുന്ന് ഇത് സംബന്ധിച്ച് ആലോചിച്ചപ്പോൾ എൻ്റെ ചിന്തയിൽ കടന്നു വന്നു. പ്രധാനമായും പറഞ്ഞാൽ
ഇത് പൊതുരംഗത്തേക്ക് എങ്ങനെ കടന്നു വരുവാൻ കഴിഞ്ഞു, പൊതുപ്രവർത്തന രംഗത്ത് എങ്ങനെ സജീവമായി ഞാൻ നിലനിൽക്കുന്നു എന്ന് ഞാൻ പുറകോട്ട് ചിന്തിക്കുമ്പോൾ എൻ്റെ ബാല്യകാലത്തിൽ തൊട്ട് തന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ മാതാപിതാക്കളിൽ നിന്ന്, പ്രത്യേകിച്ച് എൻ്റെ മുത്തച്ഛനിൽ നിന്ന് ലഭിച്ച മാതൃകയാണ് അതിന് പ്രേരണ എന്ന് കണ്ടെത്തുവാൻ എന്നെ സംബന്ധിച്ച് പ്രയാസമില്ല. എൻ്റെ മുത്തച്ഛൻ തൊടുപുഴയിൽ നിന്ന് പന്നിമറ്റത്ത് വന്ന് താമസമാക്കിയ ആളാണ്. ഉദ്ദേശം 75 വർഷം മുമ്പ് പന്നിമറ്റത്ത് കൃഷി സംബന്ധമായി എത്തിച്ചേർന്ന സന്ദർഭത്തിൽ ആ നാട്ടിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യമില്ല എന്ന് കണ്ടെത്തിക്കൊണ്ട് പന്നിമറ്റം സെന്റ് ജോസഫ് LP സ്കൂൾ ആദ്യമായി സ്ഥാപിച്ച് പ്രവർത്തിപ്പിച്ച ആളാണ് അദ്ദേഹം അങ്ങനെ പ്രവർത്തിപ്പിച്ചതിന്റെ ചരിത്രങ്ങളും അദ്ദേഹത്തിന്റെ നാൾ വഴികളുമെല്ലാം അവിടെ അദ്ദേഹം തന്നെ നിയമിച്ച അധ്യാപകരിൽ നിന്നും അവിടെ നിന്ന് പഠിച്ചുപോയ ആളുകളിൽ നിന്നും അദ്ദേഹത്തിൽ നിന്നുമൊക്കെ കേൾക്കുവാനും അറിയുവാനും ഒക്കെ കഴിഞ്ഞത് എന്നിൽ ഒരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ അന്ന് ആ ആദ്യകാലത്ത് ആ സ്കൂളിൽ പഠിച്ച ആ ബാച്ചിൽപ്പെട്ട എൻ്റെ അപ്പന്റെ ചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ നല്ല നിലയിൽ ജോലി വാങ്ങിയൊക്കെ പോവുകയും അതിനുശേഷം പിന്നീട് വീട്ടിൽ വന്ന് എന്റെ ബെല്ലിപ്പനെ അറിയപ്പെടുന്നത് ആ നാട്ടിൽ ആലക്കത്തടത്തിൽ മാനേജർ എന്നാണ്. ആ സ്കൂളിന്റെ മാനേജർ ആയതുകൊണ്ട് ആളുകൾ സ്നേഹപൂർവ്വം എപ്പോഴും മാനേജർ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അവരൊക്കെ കടന്നു വന്ന് അന്ന് അങ്ങനെ ഒരു സ്കൂള് തുടങ്ങിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ നിലയിലെത്താൻ കഴിഞ്ഞത്. എന്റെ അപ്പന്റെ ചേട്ടൻ ഉൾപ്പെടുന്ന ആദ്യ ബാച്ച് ആ സ്കൂളിൽ നിന്ന് പുറത്താക്കി നിരവധി ആളുകൾ സർക്കാർ ജോലികളിൽ തന്നെ, കേന്ദ്ര സർക്കാർ ഉദ്യോഗം തന്നെ, ബാങ്ക് ജോലികളിലും എല്ലാം പ്രവേശിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം അവരൊക്കെ വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നത് ഞാൻ കണ്ടുവളർന്നയാളാണ്. അവര് വീട്ടിൽ വരികയും എന്റെ അപ്പന്റെ ചേട്ടൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദിൽ ജോലി കിട്ടി പിന്നീട് പോവുകയാണ് ഉണ്ടായത്. തേവര കോളേജിലൊക്കെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ തൊട്ട ഈ ലോകത്തുള്ള ഒരാള് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിലെ വലിയ ആളായിട്ട് റിട്ടയറായി ഇപ്പം അദ്ദേഹം എറണാകുളത്തുണ്ട്. അവരൊക്കെ പറയുന്ന ആവേശകരമായ അന്നത്തെ ആ സാഹചര്യങ്ങളും കഷ്ടപ്പാടുകളും അന്ന് കാണിച്ച ആർജവുമെല്ലാം നമ്മളോട് സംസാരിക്കുമ്പോൾ അന്നത്തെ അധ്യാപകരുമെല്ലാം പറയുമ്പോൾ ഈ പൊതുപ്രവർത്തനത്തിന് മഹത്തരമാണെന്ന് തിരിച്ചറിയുവാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ ഒരു വിലയിരുത്തൽ. അതുപോലെ തന്നെ നമ്മ പൊതു രംഗത്ത് ഇവിടെ ഭവന നിർമ്മാണ മന്ത്രിയായിരുന്നപ്പോൾ അതിനു മുമ്പുമൊക്കെ ബഹുമാനായ നമ്മുടെ MLAയുടെ പ്രവർത്തനങ്ങളുമെല്ലാം ഒരു ആവേശം നൽകിയിട്ടുണ്ട്. അന്ന് ഞാൻ ഓർക്കുകയാണ്, ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് പന്നിമറ്റത്ത് വന്നു നിന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്നും എന്റെ മനസ്സിലുണ്ട്. പറഞ്ഞ ചോർന്നൊലിക്കുന്നതും നനയുന്നതുമായ ഓല മേഞ്ഞതുമായ മുഴുവൻ വീടുകളും മാറ്റി നല്ല പുതിയ വീടുകൾ നൽകുക എന്നുള്ളതാണ് ഭവന നിർമ്മാണ മന്ത്രി എന്ന നിലയിലുള്ള, ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി എന്ന നിലയിലുള്ള എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല എന്നാണ് അദ്ദേഹം അവിടെ പന്നിമറ്റത്ത് പ്രസംഗിച്ചത്. ഞാൻ ഓർക്കുകയാണ്, അന്ന് അദ്ദേഹത്തോട് ചേർന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ കേൾക്കാൻ നടക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിരവധി ആളുകൾ ഈ വീട് കിട്ടുന്നത് സംബന്ധിച്ചുള്ള മാർഗങ്ങളൊക്കെ അന്വേഷിച്ച് എന്റെ വീട്ടിൽ വരികയും എന്നോട് പറയുക, അച്ഛനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ഉണ്ടായി. അന്ന് കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് മനനാട് ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് സർക്കാർ ഒരു പ്രത്യേക കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ കുറെ വീടുകൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അന്ന് ചെയ്യുകയുണ്ടായി. അന്ന് വടക്കേമുറി അച്ഛൻ പന്നിമറ്റത്ത് വന്നപ്പോൾ അവിടെ ഞണ്ടിറുകിയിൽ നിന്ന് വെള്ളച്ചാട്ടത്തിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള സാഹചര്യം പഠിക്കുന്നതിന് വേണ്ടി വന്നപ്പോൾ അച്ഛൻ ഇത് സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു 5 വീട് വേണമെന്ന് പറഞ്ഞു. എന്റെ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ഞാനുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത് കൺമുമ്പിൽ കണ്ടിരുന്ന കുറെ ഓല മേഞ്ഞ വീടുകൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ വീടിന് ഒരു പാർട്ട് പൈസ അടച്ചു കഴിയുമ്പോൾ അവർക്ക് ഒരു വിഹിതമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് വീട് പണിയുന്നതിനുള്ള പൈസയാണ്. ഇന്നത്തെ തുകയൊന്നുമില്ല. പക്ഷേ അത് 5 പേർക്കും അത് ലഭിക്കുന്നതിനൊക്കെയുള്ള സാഹചര്യമുണ്ടായി. അവരുടെ മുഖത്ത് വിരിഞ്ഞ സന്തോഷവും അവരുടെ ആ ഒരു നന്ദി പ്രകടനവുമെല്ലാം നമുക്ക് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതിനുമുള്ള ഒരു വലിയ ഊർജമായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ DCLന്റെ ഒരു കോർഡിനേറ്റർ വർഷങ്ങളായി പ്രവർത്തിച്ച തൊടുപുഴ ഡീപോൾ സ്കൂളിലെ ഒരു അധ്യാപകൻ പൈനാലെ തോമസ് സാറിന്റെ പ്രവർത്തനങ്ങൾ അടുത്തറിയാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കുട്ടികളോട് ഇടപെടുന്നു, അദ്ദേഹം കുട്ടികൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങളും അദ്ദേഹം കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി എടുക്കുന്ന ത്യാഗവും എല്ലാം വളരെ വലുതായിരുന്നു.
ഇതെല്ലാം കണ്ട് വളർന്ന ഒരു സാഹചര്യം എന്ന നിലയിൽ പൊതുപ്രവർത്തന രംഗത്ത് വേദന അനുഭവിക്കുന്നവര്, വിഷമങ്ങൾ അനുഭവിക്കുന്നവര്, ഒറ്റപ്പെട്ടു പോയവര്, പാർശ്വവൽക്കരിക്കപ്പെട്ടവര്, വീടില്ലാത്തവര്, രോഗികളായിട്ടുള്ളവരുടെ അടുത്തേക്ക് ഓടി ചെല്ലുവാനും അവർക്ക് വേണ്ടി കഴിയുന്നത് ചെയ്യുവാനുമുള്ള ഒരു മനസ്സ് രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ് പൊതുപ്രവർത്തന രംഗത്ത് എന്നെ പിടിച്ചു നിർത്തുന്ന വലിയ സംഗതി എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഒരു കാര്യം എനിക്കറിയാം, ഈ പൊതുപ്രവർത്തന രംഗത്ത് നിങ്ങൾ എനിക്ക് ഇതുപോലുള്ള ഒരു അംഗീകാരം തരുമ്പോൾ മൗനവും വാചാലവുമായി എന്നോട് ആവശ്യപ്പെടുന്ന വലിയൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇനിയും കൂടുതൽ സേവകനാവുക എന്നുള്ള ഒരു ആഹ്വാനമാണ് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്നോട് പറയുന്നത് എന്നും എനിക്കറിയാം. ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് കഴിയുന്നത്ര പ്രവർത്തന രംഗത്ത് ഊർജ്ജസ്വലനായി നിന്നുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവര്, വേദന അനുഭവിക്കുന്നവര്, വീടില്ലാത്തവര്, രോഗികളായിട്ടുള്ളവര്, ഒറ്റപ്പെട്ടു പോയവരെ ഇവരെയൊക്കെ സഹായിക്കുവാൻ ഞാൻ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. നമുക്കറിയാം, വിദേശ നാടുകളിൽ MSW പഠിച്ച ആളുകളെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഗവൺമെന്റ് പണം ചെലവഴിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അവിടെ ആളുകൾക്ക്, വാർദ്ധക്യമായിട്ടുള്ള ആളുകൾക്ക്, പ്രായമായിട്ടുള്ള ആളുകൾക്ക് ഒരു സേവനം ലഭിക്കണമെങ്കിൽ, ഒരു മരുന്ന് വാങ്ങണമെങ്കിൽ, ഒരു യാത്ര ചെയ്യണമെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ നേരിടുന്നു. നമ്മുടെ നാട്ടിലും അതേ സ്ഥിതിവിശേഷം വന്നുകൊണ്ടിരിക്കുകയാണ്. യുവജനങ്ങളായിട്ടുള്ള ആളുകൾ, കുട്ടികളായിട്ടുള്ള ആളുകൾ, നിരവധി ആളുകൾ അന്യനാടുകളിലേക്ക് കയറി പോകുമ്പോൾ ഒറ്റപ്പെട്ട് കഴിയുന്ന വൃദ്ധരായ മാതാപിതാക്കളുള്ള ഒരു ചുറ്റുപാട് നമ്മുടെ ചുറ്റും രൂപപ്പെട്ടു വരികയാണ്. അവരെയൊക്കെ സഹായിക്കുവാൻ വേണ്ടി, അവർക്കൊക്കെ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. നിരവധി ഒറ്റപ്പെട്ട് മാതാപിതാക്കൾ കഴിയുന്ന ആളുകൾ ചില സമയങ്ങളിൽ വിളിക്കാറുണ്ട്, ചാച്ചന് ഇന്ന് വൈകുന്നേരം ചെറിയൊരു പനിയാണെന്ന് തോന്നുന്നു, ഒരു ചെറിയൊരു നെഞ്ചിന് വേദന വന്നിട്ടുണ്ട് സജി, ആശുപത്രി പോകാനാണ്. കാര്യം പറഞ്ഞാൽ അവരുടെ മക്കളൊക്കെ അമേരിക്കയിലുണ്ട്, കാനഡയിലുണ്ട്, UK-യിലുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ എത്തി വരുമ്പോഴത്തേനും ഒരു സഹായഹസ്തം നീട്ടുന്നതിന്റെ ഭാഗമാണ് ആ സ്വരം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരത്തിൽ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരുവാനായിട്ട് നിരവധി യുവാക്കൾ തയ്യാറാകണമെന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്. എന്തായാലും ശരി, ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങൾ എന്നെ അംഗീകരിക്കുകയും എനിക്ക് അതിനുള്ള ആദരവ് ഇവിടെ തന്നതിനുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൂടുതൽ സേവകനാവുക എന്നുള്ള ആഹ്വാനമാണ് മൗനവും വാചാലവുമായ ഈ സമൂഹം നിങ്ങൾ നടത്തുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതിന് ഇവിടെ സമ്മേളിച്ച മുഴുവൻ ആളുകളോടും ഇതിനായി ആദരവ് തന്ന മുഴുവൻ വ്യക്തിത്വങ്ങളോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മൂലമറ്റം പ്രസ് ക്ലബിന്റെ ആദരവ് ഏറ്റുവാങ്ങിയ R. ബിജുമോൻ നമ്മളോട് സംസാരിക്കും. നമ്മുടെ ഈ യോഗത്തിന്റെ ഏറ്റവും ആദരണീയനായ അധ്യക്ഷൻ, ഏറ്റവും പ്രിയപ്പെട്ട പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് കൂടിയായ സോമി മുണ്ടക്കൽ, നമുക്ക് സ്വാഗതം പറഞ്ഞ ബേബിച്ചേട്ടൻ താന്നിക്കൽ, ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ഞങ്ങൾക്ക് മൊമെന്റയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്ത ഏറ്റവും ആദരണീയനായ ജില്ലയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചന്ദ് എറണാകുന്നേൽ, ഇവിടെ സംസാരിച്ച ഏറ്റവും ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം MJ ജേക്കബ്, ഏറ്റവും ആദരണീയനായ അറക്കുളം പഞ്ചായത്തിന്റെ പ്രസിഡന്റും പ്രിയപ്പെട്ട കൂട്ടുകാരൻ കൂടിയായ KS വിനോദ്, ഏറ്റവും പ്രിയപ്പെട്ട അറക്കുളം പഞ്ചായത്തിന്റെ പഞ്ചായത്ത് അംഗം സ്നേഹിത സിനി തോമസ്, ടോമിച്ചേട്ടൻ നാട്ടുനിലം ഇവിടെയുണ്ട്, ഏറ്റവും പ്രിയപ്പെട്ട ഷാനവാസ് ചേട്ടനുണ്ട്, സാധിച്ചേട്ടൻ കുന്നേമുറി ഇവിടെയുണ്ട്, പ്രിയപ്പെട്ട ഹരിയുണ്ട്, ഏറ്റവും പ്രിയപ്പെട്ട ജോസ് ഇടക്കര ഇവിടെയുണ്ട്, കൂട്ടുകാരനാണ്, ഏറ്റവും സ്നേഹിതനായ CB മാളിയേക്കലുണ്ട്, നമുക്ക് പാട്ട് പാടി തന്ന ജെയിനുണ്ട്, നമ്മുടെ പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് മാധ്യമത്തിന്റെ പ്രിയ സുഹൃത്ത് ഹാരിസും PRDയുടെ സിവിനും ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബാബു ഇടക്കരയും ഇവിടെ ആദരവ് അർപ്പിച്ച് ആദരവ് നൽകിയ ഏറ്റവും പ്രിയപ്പെട്ട ശങ്കരൻ സാറ്, ഏറ്റവും പ്രിയപ്പെട്ട സഖാവ് സജി സഖാവ്, ഏറ്റവും പ്രിയപ്പെട്ട TV ടോമി, ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും മാധ്യമരംഗത്ത് തൊടുപുഴയിൽ നിർസ്ഥാനദ്യമായ സാബു നെയ്ശ്ശേരി,
ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനും നാട്ടുകാരനും അയൽവക്കംകാരനും സ്നേഹിതനും ഒക്കെയായ ഏറ്റവും പ്രിയപ്പെട്ട ജോയി ചേട്ടൻ കിഴക്കിൽ ഉൾപ്പെടെ ഇവിടെ എത്തിയ ശങ്കരൻ ചേട്ടന്റെ പിന്നെ കുടുംബ അംഗങ്ങൾ അവർക്കെല്ലാം എനിക്ക് അവരെ നന്നായി അറിയാം. ഇവിടെ എത്തിയിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, എന്തായാലും എന്നെ നന്നായി അറിയുന്നവരായതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാർ അദ്ദേഹത്തിന് നിരവധി പ്രോഗ്രാമുകളും തിരക്കൊക്കെ ഉള്ളതാണ് എന്നറിയാം. എന്തായാലും ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കി തന്ന ഒരു പ്രസ് ക്ലബ്ബ് മൂലമെടുത്തുനിന്ന് തന്നെ ഇത്തരത്തിലൊരു അവാർഡ്, ഒരു ആദരവ് നൽകാൻ കാണിച്ച പ്രസ് ക്ലബിന്റെ നമ്മുടെ ടോമി മുണ്ടക്കലിനോടും അതുപോലെ തന്നെ അതിന്റെ പ്രസ് ക്ലബിന്റെ ഭാരവാഹികളോടും ആദ്യമായി ഹൃദയത്തോട് ചേർത്ത് വെച്ച നന്ദി അറിയിക്കുകയാണ്. ഞാൻ എന്നെ പരിചയപ്പെടുത്തേണ്ടില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുമ്പോൾ എൻ്റെ ജീവിതം മുഴുവൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ സർവീസ് ഉണ്ടെങ്കിലും ഒരു സർക്കാർ ജീവനക്കാരനായി ഞാൻ ഇന്നുവരെ പ്രവർത്തിച്ചിട്ടില്ല. നമ്മുടെ മുന്നിലെത്തുന്ന ഒരു സാധാരണക്കാരനെ അവന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം. നമ്മുടെ വകുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും കുരുക്കിൽപ്പെട്ട ഒരു വകുപ്പാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ആ വകുപ്പിൽ സ്ഥലം സംബന്ധിച്ച് വരുന്ന ഈ നാട്ടിൽ നിന്ന് വരുന്നവരും എന്നെ അറിയാവുന്നവരും സന്തോഷവാന്മാരായിട്ട് പോയിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ 2000-ഓളം ക്യാൻസർ രോഗികളെ എന്നെ സഹായം ചെയ്ത് അവരെ സംരക്ഷിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം മുട്ടത്തൊരു സംഭവം ഉണ്ടായത്, ഒരു പയ്യൻ ജയ്മോൻ മുട്ടത്തെ നമ്മുടെ ഫൈസൽ പിന്നെ ജനയുഗത്തിലുള്ള ഫൈസലിനറിയാം. ഞാൻ ആശുപത്രി ആദ്യമേ RCCയിലായിരുന്നു. ആ ഒരു അയാളെ പ്രതീക്ഷിച്ചാണ് ആ ജീവിതം. അവരുടെ അച്ഛനും അമ്മയും ഈ മകൻ പഠിച്ച ഒരു ഉദ്യോഗമായി എന്തെങ്കിലും കിട്ടും, അല്ലെങ്കിൽ അവനെ പ്രതീക്ഷിച്ച് നിന്ന ഒരു കുടുംബം അനാഥമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ കുട്ടി അയാൾ മരിച്ചുപോയി. നമുക്ക് അടിയന്തരമായി ഞാൻ ഇടപെട്ട് അപ്പൊ തന്നെ പൈസ കൈമാറി. നിങ്ങളൊരു കാര്യം ഓർക്കുക, ക്യാൻസറുമായി ബന്ധപ്പെട്ട് നമുക്ക് അടിയന്തരമായി ഏതെങ്കിലും ഒരു രോഗിക്ക് ഏറ്റവും പാവങ്ങളായിട്ടുള്ള നിങ്ങളുടെ അടുത്ത് നിങ്ങൾ അറിയാവുന്ന, നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട, നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ വിനോദവും ഒരുപാട് കത്ത് ആൾക്കാർക്ക് കൊടുത്തു വിടുന്നുണ്ട്. സ്വാതന്ത്ര്യ ട്രസ്റ്റ് കുവൈറ്റിലേക്കാണ് കത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഒരുപാട് കത്തുകൾ രോഗികൾക്കായി തന്നിട്ടുണ്ട്. അവർക്കെല്ലാം പൈസ കൈമാറിയിട്ടുണ്ട്. അവർക്ക് ആദ്യമേ തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് അവശതകൾ മനസ്സിലാക്കി ചില കാര്യങ്ങൾക്ക് കീമോ റേഡിയേഷൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് 20,000 രൂപ ആദ്യമേ തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയും. അത് ആദ്യത്തെയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക്, അതുപോലെ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അതുകൂടാതെ ഈ അങ്ങനെ ഒരു പാവങ്ങളായ ആരെങ്കിലും നമുക്ക് അങ്ങനെ സഹായം തേടി വന്നാൽ ഞാൻ അവരെ ഒരിക്കലും കൈവിടിയാറില്ല. അവർക്ക് എന്നെ ഫോണിൽ കൂടെ അവർക്ക് ഒന്ന് കാണുക പോലും വേണ്ട. ഇപ്പം മൂലമെടുത്ത് ഒരു 5-8 അപേക്ഷകൾ ഇരിക്കുന്നുണ്ട്. ഞാൻ അവരുടെ, നിങ്ങളൊക്കെ അറിയുന്ന ആളുകളുമാണ്, അതുകൊണ്ട് അവരുടെ പേരുകളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ആ പൈസ അവർക്ക് നമ്മൾ കൈമാറും. ഷാനവാസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 3-4 കേസ് അദ്ദേഹം തന്നെ എന്നോട് വിളിച്ച് പറഞ്ഞ് അതിൽ ഒരാളിവിടെ ജീപ്പ് ഓടിക്കുന്ന ഒരു ഷാജി എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവർക്ക് പൈസ അനുവദിച്ചിട്ടുണ്ട്. പൈസ അവർക്ക് അക്കൗണ്ടിൽ കിട്ടുവാണ്. അപ്പോൾ നമുക്ക് അവർ നമ്മളെ സമീപിക്കുമ്പോൾ ഞാൻ അവരുടെ ഒരു കുടുംബക്കാരനായി അവരോടൊപ്പം മാറി അവരോട് ചേർന്ന് നിന്ന് അവരെ ഒരു അംഗമായി, അല്ലെങ്കിൽ അവരുടെ ഒരു മകനായി, അവരൊരു സഹോദരനായി മാറി അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. അതാണ് ഞാൻ ചെയ്തു വരുന്നത്. അതാണ് എനിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ കലക്ടറുടെ 5 ഗുഡ് സർവീസ്, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ ഈ അവാർഡ് എനിക്ക് മേടിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ പരമോന്നത രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് ദേശീയ അവാർഡ് എനിക്ക് വാങ്ങാൻ കഴിഞ്ഞു. അതൊക്കെ ഇങ്ങനെ ചെറിയ സഹായങ്ങൾ ചെയ്യുന്നതിന്റെ ഭാഗമാണ്. കാരണം ഞാൻ വന്ന വഴി ഞാൻ മറന്നില്ല. അതാണ് എനിക്കത് മറക്കാൻ കഴിയില്ല. കാരണം നിങ്ങളിൽ ഒരാളാണ് ഞാൻ. അറിയാം, നമ്മുടെ ടോമിച്ചന്റെ പറമ്പിലെ എല്ലാ കുത്തുവല്ലും എനിക്ക് നല്ല ബോധ്യമാണ്. കാരണം ഞാൻ ആ പറമ്പിൽ കൂടെ നടന്ന് അവരുടെ അച്ഛൻ എനിക്ക് ഈ ചക്കയൊക്കെ ഇട്ട് തരുമ്പോൾ 2 ചക്ക ചേർത്ത് വെച്ച് കമ്പടിച്ച് തലയിൽ കയറ്റി വെച്ച് തരികയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബാബുച്ചന്റെ ഇടയ്ക്കര അവരുടെ അച്ഛനായിരുന്ന ഇവരുടെ ചാച്ചന്മാരുമായിട്ടാണ് ഇവരെക്കാൾ കൂടുതൽ ആ ഒരു അടുപ്പം. ഈ നാടിന്റെ ഒരു അടുപ്പം. അത് ഈ നാടെന്നെ ചേർത്ത് പിടിക്കും. ബാബു എന്റെ കൂട്ടുകാരനാണ്, പഠിച്ചതാണ്. അപ്പം ഇവരുടെ ഒരു സഹോദരനായി ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഞാൻ അവരോടൊപ്പം നിൽക്കുന്നതിന്റെ ഈ കിട്ടുന്ന ആദരവിന്റെയൊക്കെ അംഗീകാരം. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. പ്രസ് തന്ന സ്നേഹാദരവത്തിന് മനസ്സോട് ചേർത്ത് വെച്ച്, ഹൃദയത്തോട് ചേർത്ത് വെച്ച് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രസ് ക്ലബിന്റെ ആദരവേറ്റ് വാങ്ങിയ ശ്രീ TV ടോമി.
ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീ സോമി സാറ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുകയും ഞങ്ങൾക്ക് ആദരവ് നൽകുകയും ചെയ്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജീവ് സാറ്, മറ്റു വേദിയിലും സദസ്സിലുള്ള ബഹുമാന്യരെ, എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം 35 വർഷം ആരോഗ്യ പ്രവർത്തകനായിട്ട് ജോലി ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി. അതിൽ ഏറ്റവും കൂടുതൽ കാലം ജോലി ചെയ്തൊരു സ്ഥലം അറക്കുളം ആയിരുന്നു. അറക്കുളം ഹെൽത്ത് സെൻ്ററിലെ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യാൻ പറ്റി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്വാമി സാറ് എൻ്റെ പിൻഗാമിയായിട്ട് എനിക്കിവിടെ വരാൻ പറ്റിയാണ്. പക്ഷേ ഈ കാലയളവിൽ എനിക്ക് ഏറ്റവും അഭിമാനകരമായിട്ട് തോന്നുന്നത് ആദിവാസി മേഖലയെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോഴും ഇടുക്കി ജില്ലയിൽ 6 പഞ്ചായത്തുകളാണ് ഈ പാലിയേറ്റീവ് കെയർ പ്രോജക്റ്റിന് ആദ്യ അനുവാദം കിട്ടിയത്. അതിൻ്റെ സാഹചര്യമൊക്കെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിൽ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൂട്ടിക്കൊണ്ട് പല പ്രാവശ്യം ഇടുക്കി കളക്ടറുടെ മുമ്പിലും പല മീറ്റിങ്ങുകളിലൊക്കെ പോയി അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യത്തെ അനുവാദം മേടിക്കാനായിട്ട് സാധിക്കുകയും ഒപ്പം തന്നെ എനിക്ക് തോന്നുന്ന ഈ അറക്കുളത്തിൽ നമ്മൾ ട്രാൻസ്ഫറായി വരുമ്പോൾ നമുക്ക് തോന്നുന്ന 2 കാര്യമുണ്ട്. ഒന്ന്, ഏറ്റവും വഴി സൈഡിലിരിക്കുന്ന സ്ഥാപനം, പിന്നെ പഞ്ചായത്തൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ ഏറ്റവും സൗകര്യം. പക്ഷേ ഇതിന് ജനങ്ങൾ താമസിക്കുന്നത് ശരിക്കും പിന്നോക്ക മേഖലകളിലാണെന്നുള്ള ബോധ്യത്തോടു കൂടി അവരോടൊപ്പം നിന്ന് ജോലി ചെയ്യാൻ സാധിച്ചു. അത് ഞാൻ സർവീസ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. ഒപ്പം തന്നെ കേരള സർക്കാരിൻ്റെ കേരള അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഫോർ ഹോസ്പിറ്റൽസ് എന്നും പറഞ്ഞൊരു അവാർഡ് ആദ്യമായിട്ട് ഏർപ്പെടുത്തി. സാധാരണ അവാർഡ് മേടിക്കാനൊക്കെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകാറാണ് പതിവ്. പക്ഷേ ആ കാര്യത്തിൽ അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി ശ്രീമതി ഉഷാ ഗോപിനാഥ് ഉൾപ്പെടെയുള്ള ആ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയൊക്കെ ഒത്തിരി സഹായിച്ച് ശ്രീമാൻ ഉമ്മൻചാണ്ടി സാറ് അറക്കുളം PSCയിൽ വന്ന് കേരളത്തിലെ ആദ്യത്തെ അവാർഡ് നൽകുന്നതിന് ഒരു കാരണക്കാരാകാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അന്ന് തുടങ്ങി സ്വാമി സാർ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും അവസാനം ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തത് കോട്ടയം ജില്ലയിലെ കൂടല്ലൂരാണ്. അവിടെ ഒരു നാഷണൽ ക്വാളിറ്റി അക്രഡിറ്റേഷൻ അവാർഡിന് അതിന് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം നിങ്ങൾ അറിയിക്കുകയാണ്. അതിൻ്റെയൊക്കെ ബേസിലാണ് സ്വാമി സാർ എന്നെ വിളിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഒപ്പം തന്നെ ഈ നാട്ടിൽ നിന്ന് ജോലി ചെയ്യുവാനും ഒക്കെ സാധിച്ചു. അതിന് ഒരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 ആയിട്ട് സർവീസിൽ കയറി ഞങ്ങൾക്ക് കിട്ടാവുന്ന പരമാവധി പ്രൊമോഷൻ തസ്തികയായ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 1 ആയിട്ട് വയനാട്ടിൽ നിന്ന് ഞാൻ ഈ കഴിഞ്ഞ മാസം റിട്ടയർ ചെയ്തു. ഒപ്പം തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്ന ആരോഗ്യ മേഖലയാണ് പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ. കാരണം കുറവുകളും വീഴ്ചകളും എന്നും ഉള്ള ഒരു വകുപ്പാണ്. അതിൽ ആ പത്രമാധ്യമങ്ങൾ തന്നെ വന്ന് നമ്മളെ വിളിച്ച് ആദരിച്ചതിനുള്ള അകൈതവുമായ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങിയ തൊടുപുഴയുടെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകൻ സാബു നെയ്ശ്ശേരി. വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, ഇങ്ങനെയൊരു ആദരവ് തന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അതിന് മൂലമറ്റം പ്രസ് ക്ലബിൻ്റെ എല്ലാ ഭാരവാഹികളോടും അംഗങ്ങളോടും എൻ്റെ നന്ദി പറയുകയാണ്. ഈ ആളുകൾ പറഞ്ഞതുപോലെ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ചെയ്ത ഒരാളല്ല നമ്മളിങ്ങനെ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നു. അപ്പം ഞാനവിടെ ഇരുന്നപ്പം സിനി മെമ്പർ പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ ജീവിതത്തിലുണ്ടായൊരു സംഭവമാണ്. ഈ സർക്കാർ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ നിലപാടുകൾ. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജനന സർട്ടിഫിക്കറ്റിനായി ഞാനൊരു പഞ്ചായത്ത് ഓഫീസിൽ പോയ ഒരു സംഭവമാണ്. അപ്പം ഞാൻ താമസിക്കുന്നത് കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലാണെങ്കിലും ഇപ്പം ഞാൻ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുന്ന് ഒരു അപേക്ഷ എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എഴുതി കൊടുത്തപ്പോൾ ജനിച്ചത് എവിടെയെന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ സർക്കാരിൻ്റെ പണ്ടുകാലത്തെ ഈ അപേക്ഷാ ഫോമിലൊക്കെ ഒത്തിരി ചോദ്യങ്ങളും അതിനൊത്തിരി ഉത്തരങ്ങളും നൽകേണ്ട ഒരു സാഹചര്യമാണ്. അതിനകത്ത് ഇന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ ജനിച്ചത് ഭരണങ്ങാനം മേരിഗിരി ആശുപത്രിയിലാണ് എന്ന് എഴുതിപ്പോയി. അതായത് അൽഫോൻസാമ്മയുടെ തിരുനാളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഓർത്തത്. അപ്പം അവിടെ ഒരാഴ്ച അതൊക്കെ നോക്കിയിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ ഭരണങ്ങാനം ആശുപത്രി ജനിച്ചുകൊണ്ട് അവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്, നമുക്ക് ഇവിടെയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു സുഹൃത്തും കൂടെ ഭരണങ്ങാനം പഞ്ചായത്ത് ഓഫീസിൽ പോയി. അപ്പോൾ അവർ തന്ന ഫോമിൽ പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ എഴുതി. അപ്പം അത് വാങ്ങി ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നിങ്ങൾ ആശുപത്രിയിലാണ് ജനിച്ചതെന്ന് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട്
6 പതിറ്റാണ്ട് മുമ്പ് ഏകദേശം വരും ആശുപത്രിയിലെ രേഖ വേണമെന്നായി. അപ്പം ഇതാകെ പുലിവാലായാലോ എന്ന് ഓർത്ത്, എങ്കിലും ആ സിസ്റ്റർമാരുടെ ആശുപത്രി ആയതുകൊണ്ട് അവിടെ ചെന്നപ്പം അവിടെ രേഖയെല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ ആ സിസ്റ്റർ അതിന്റെ ഒരു പകർപ്പൊക്കെ എടുത്തു തന്ന് അത് വെച്ച് ഒരു അപേക്ഷ കൊടുത്തു. വീണ്ടും ഒരു മാസം കഴിഞ്ഞ് ചെന്നപ്പം എനിക്കൊരു സർട്ടിഫിക്കറ്റ് തന്നു, നിങ്ങൾ ജനിച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതായത് പഴയ ഈ ആശുപത്രിയിൽ രേഖയുള്ളപ്പോൾ അവരെങ്ങനെയാണെങ്കിലും പഞ്ചായത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ വേറെ ഒന്നും സംശയിക്കേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ ആശുപത്രിക്കാരുടെ കയ്യിൽ അന്ന് തൊട്ടുള്ള എല്ലാ രേഖകളും ഉള്ളപ്പോൾ, അപ്പൊ അവിടുത്തെ ഒരു ശിപായിക്ക് ഇത് നോക്കുന്നതിനുള്ള കണ്ടുകാഴ്ച ഞാൻ കൊടുത്തിരുന്നെങ്കിൽ ഈ സംഭവം അത് കണ്ടെത്തിയാണ്. അപ്പൊ അങ്ങനെ അവിടുത്തെ രേഖയിൽ ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ പിന്നെ അടുത്ത നടപടിക്രമം എന്ന് പറയുന്നത് പാല RDO വഴി എൻ്റെ അപ്പൻ്റെ പ്രായം അല്ലെങ്കിൽ കൂടുതലുള്ള ഒരാളെ കണ്ടെത്തി അപ്പൻ വിവാഹം കഴിച്ചുവെന്നും കുട്ടികളുണ്ടായെന്നും ഒക്കെ സാക്ഷ്യപ്പെടുത്തി ഇത് കൊടുത്ത് അത് തിരുവനന്തപുരത്തിന് പോയി തിരിച്ചു വന്നു. അപ്പൊ ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അന്നത്തെ പ്രായത്തിന്റെ ഒരു ചെറിയ പ്രശ്നം കൊണ്ട് ഞങ്ങൾ ഇതെല്ലാം കയറി വലിച്ചു കയറി അവരുടെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് പോരുകയാണ് ചെയ്തത്. ഇപ്പോഴും സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടില്ല. എന്നുവെച്ചാൽ പിന്നെ എനിക്ക് അതിന്റെ ആവശ്യമില്ല. അന്ന് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഞാനും എൻ്റെ കുടുംബം, അതായത് ഭാര്യയും 2 കുട്ടികളും ഇപ്പോൾ US എത്തേണ്ടതാണ്. എൻ്റെ ഒരു സഹോദരൻ ഈ കുട്ടികൾക്ക് 10 വയസ്സാകുന്നതിന് മുമ്പ് ഇത് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞാണ് ഈ ഞങ്ങളുടെ എല്ലാവരുടെയും ജനന സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഇത് ചെയ്തത്. അപ്പം സഹോദരൻ പറഞ്ഞു, നീയോ നന്നായില്ല, പിള്ളേരെങ്കിലും നന്നാക്കാനുള്ളൊരു സർട്ടിഫിക്കറ്റ് പോലും നാട്ടുകാരുടെ എല്ലാ കാര്യം അന്വേഷിച്ച് നടക്കുന്നതാണല്ലോ എന്ന് കേൾക്കേണ്ടി വന്നു. അപ്പം സിനി മെമ്പർ പറഞ്ഞപ്പം ഈ പറയുന്ന ഉദ്യോഗസ്ഥര് ഇപ്പൊ നോക്കിയാലും ആ പഞ്ചായത്തിൽ ഈ പറഞ്ഞ 1966 രേഖ ഇത് ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ അവർക്ക് നോക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഈ ഓരോ ഫയലും ജീവിതമാണെന്ന് പറഞ്ഞ് നമുക്ക് PR വർക്ക് നടത്താമെന്നുള്ളതല്ലാണ്ട് ഒരു കാര്യവും നടക്കില്ല എന്നുള്ളതാണ് സത്യം. അവിടെയാണ് ബിജുമോനെ പോലെയുള്ളവരുടെ ആ പെരുമാറ്റം ആളുകൾക്ക് നൽകുന്ന സഹായം. എന്നുവെച്ചാൽ ആഴ്ചയിൽ 2 കേസെങ്കിലും ഞാൻ ബിജുമോന് കൊടുക്കാറുണ്ട്. അത് താലൂക്ക് ഓഫീസായിരിക്കാം, കളക്ടറേറ്റ് ആയിരിക്കാം. പക്ഷെ അതെല്ലാം പുള്ളി വളരെ ശാസ്ത്രീയമായിട്ട് അത് എങ്ങനെയെങ്കിലുമൊക്കെ പരിഹരിച്ച് കൊടുക്കും. ഇനി കൊടുക്കാൻ പറ്റാത്തതാണെങ്കിൽ ആ ആളെ സന്തോഷിപ്പിച്ച് എങ്ങനെയാണെങ്കിലും വിട്ടിരിക്കും. എൻ്റെ ഒരു സുഹൃത്ത് തൊടുകൂടി ഇപ്പോഴും അലിഞ്ഞിരിച്ച് നടക്കുന്നുണ്ട്. അവനൊരു രേഖകളുമില്ല. അപ്പം കടത്തുണ്ടേൽ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിലെ വരാന്തിലൊക്കെ കിടക്കുന്ന പുള്ളി പറയുന്നത് സുഖം, ഇവിടെ സർക്കാരിൽ നിന്ന് ഭക്ഷണം കിട്ടും, കിടക്കാൻ ആശുപത്രിയുണ്ട്, അല്ലെങ്കിൽ ഇതുണ്ടെന്ന് പറയും. അപ്പം പോലീസുകാർ പറഞ്ഞു ഒരു രേഖ കയ്യിൽ പിടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബിജുമോന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. പക്ഷെ ഇവരിൽ ഒരു രേഖയില്ലാത്തതുകൊണ്ട് അവനൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ തഹസിൽദാർ അവനെ വിളിച്ച് ഇരുത്തി ബിജുമോന്റെ ശുപാർശയിൽ കുറച്ച് ലോകോ പറഞ്ഞ് ചായയൊക്കെ മേടിച്ചു കൊടുത്തു വിട്ടു. അവൻ ഹാപ്പിയായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് ഈ നമ്മുടെ സർക്കാർ ഓഫീസിൽ ചെല്ലുമ്പോൾ കാര്യം നടന്നില്ലെങ്കിൽ പോലും ഒരു സന്തോഷകരമായ ഒരു സമീപനം കിട്ടുകയാണെങ്കിൽ അത് ആളുകൾക്ക് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പത്രേജന്റ് ഇതുപോലുള്ള ഒത്തിരി തൊഴിലുകൾ ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ഒരു രാഷ്ട്രീയക്കാരന്റെ വേഷവും കുറെ ആൾ കെട്ടി. അപ്പം ഇതിന്റെ എല്ലാ തലത്തിലേക്കും നടക്കുന്നു. അപ്പം ഈ പണ്ട് കാലത്ത് പ്രാദേശിക ലേഖകർ ഒരു 2-3 വർഷം പ്രവർത്തിച്ചു കഴിയുമ്പോൾ അവരെ പത്രസ്ഥാപനങ്ങൾ സ്ഥിരപ്പെടുത്തുകയും അവർക്ക് നാടിന്റെ കാര്യങ്ങൾ അറിയുകയും ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ ജേർണലിസം കോഴ്സുകൾ പാസ്സായവരാണ് നിയമിക്കുന്നത്. അതിന്റെ അപജയമാണ് ഇന്ന് മാധ്യമ പ്രവർത്തനങ്ങളുണ്ടായിരുന്നത്. എന്നുവെച്ചാൽ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും ഈ പറയുന്ന പ്രാദേശിക ലേഖനായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അപ്പം ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും സേവനം നൽകുന്നത് പ്രാദേശിക മാധ്യമ പ്രവർത്തകരാണ്. അത് പത്ര ഉടമകൾക്കും അറിയാം, അവിടെ ഇരിക്കുന്ന എഡിറ്റർമാർക്കും അറിയാം. പക്ഷെ അവർ അംഗീകരിക്കില്ല എന്നുള്ളതാണ് അതിലെ ഒരു പ്രശ്നം. ഇനി മൂലമറ്റം പ്രസ് ക്ലബ്ബ്, അതുപോലെ പല സ്ഥലത്തും പ്രസ് ക്ലബ്ബ് ഉണ്ടാവും. അത് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ പത്രപ്രവർത്തകരുടെ അംഗീകൃത സംഘടനയിൽ അംഗത്വം കിട്ടണമെങ്കിൽ മുതലാളി തൊഴിലാളിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. സാധാരണ ട്രേഡ് യൂണിയനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളിയുടെ അവകാശം പിടിച്ചുപറ്റാൻ വേണ്ടിയുള്ളതാണ്. അപ്പം ഈ സംഘടനയിൽ മാത്രം മുതലാളി തൊഴിലാളിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ അംഗത്വം കിട്ടുള്ളൂ. അപ്പം ഈ പറയുന്ന പ്രാദേശിക ലേഖകർക്ക് ഒരു ഐഡന്റി കാർഡ് പോലും കൊടുക്കാൻ ഇപ്പം ചിലർക്ക് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്, പണ്ട് കാലത്ത് കൊടുക്കില്ലായിരുന്നു. അപ്പം ആ ഒരു അവസ്ഥയാണ് ഇങ്ങനെയുള്ള പ്രാദേശിക പ്രസ് ക്ലബ്ബുകളുടെ രൂപീകരണത്തിന് വഴിയൊരുക്കിയത്. അത് ഓരോ നാടിനും ഗുണകരമായിട്ടുണ്ട്. അപ്പം മൂലമറ്റം പ്രസ് ക്ലബ്ബ് ഈ നാടിന് നൽകുന്ന
എല്ലാ സേവനങ്ങൾക്കും നന്ദി പറയുന്നു. അതോടൊപ്പം ഈ ചെറിയ ഒരു ആദരവ് തന്നതിന് ഉള്ള നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. മൂലമറ്റം പ്രസ് ക്ലബിന്റെ ആദരവ് ഏറ്റുവാങ്ങിയ ജോയി കിഴക്കേൽ അവരെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിന് അധ്യക്ഷപദം അലങ്കരിച്ച ആദരണീയനായ പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റ് ചേട്ടൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ ഞണ്ടാക്കുന്നേൽ, അതുപോലെ ഇവിടെ വന്ന് ആശംസ പ്രസംഗം നടത്തിപ്പോയ എം ജയകുമാർ സാറ്, പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് കേസ് അവരുടെ, വേദിയിലിരിക്കുന്ന ആദരവ് ഏറ്റുവാങ്ങിയ വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന വിവിധ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആദരണീയരായ പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ നിൽക്കുമ്പോൾ 25 വർഷം മുൻപ് പുറകിലേക്കാണ് എൻ്റെ ചിന്ത പോവുക. ഞാൻ ദീപികയിൽ പ്രവർത്തിക്കാൻ ഇടയായത് ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ TL ദേവിച്ചേട്ടൻ വഴിയാണ്. 2000 മൂലമറ്റം ടൗണില് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ദേവിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നലെ ദീപികയിൽ പോയപ്പോൾ ജെയിംസ് വന്തക്കൽ സാറ് അന്വേഷിച്ചു. കുറച്ച് വർഷം മുൻപ് ദീപികയിൽ റിപ്പോർട്ടറായി അപേക്ഷ കൊടുത്തിരുന്നു, അന്ന് വിളിച്ചില്ല. അപ്പോൾ നാളെ എന്തോ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, ഇവിടെ അന്വേഷിച്ചിരുന്നു പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം അവിടെ ചെല്ലുമ്പോൾ പഴയ ഫോൺ നമ്പറൊക്കെ മാറിപ്പോയിരുന്നു. അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ, ലാൻഡ് നമ്പറൊക്കെ മാറിപ്പോയി. ചെന്നപ്പോൾ ദീപികയുടെ ചീഫ് എഡിറ്റർ ഉൾപ്പെടെ അവിടെ ഇന്റർവ്യൂവിന് വന്നിരിക്കുകയായിരുന്നു. അപ്പൊ ബേബിച്ചേട്ടനെ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനും ദീപികയിൽ എനിക്ക് പ്രവർത്തിക്കാനും കഴിഞ്ഞത്. ഇപ്പോൾ നിമിത്തമായി തീർന്ന ആ നല്ല വാക്ക് പറഞ്ഞ ബേബിച്ചേട്ടനെ നന്ദിയോടെ ഓർക്കുകയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മാധ്യമ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല, ഞാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് ഈ മൂലമറ്റം സെന്റ് ജോർജ് UP സ്കൂളിൽ 12 വർഷം PTA പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചു. അപ്പോഴൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഈ നാട്ടുകാരുടെ പിന്തുണയാണ്. ഇവിടെ 12 വർഷം PTA പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചപ്പോൾ 2.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. ഇപ്പോൾ ഉള്ള 2 നില ബിൽഡിംഗ് ഉൾപ്പെടെ. അതിന് 45 ലക്ഷം രൂപ മമ്മി എന്ന് വിളിക്കുന്ന ഗീത വില്ലേജിന്റെ സ്ഥാപക 45 ലക്ഷം തന്നപ്പോൾ 1 മാസം കൊണ്ട് 20 ലക്ഷം രൂപ ഈ നാട്ടിൽ നിന്നും അടുത്ത പഞ്ചായത്തുകൾക്ക് 1 മാസം കൊണ്ട് 20 ലക്ഷം രൂപ കളക്ട് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ഈ നാട് നൽകിയ ആ നല്ല മനസ്സ് അതിപ്പോഴും പ്രചോദനമായിട്ടുണ്ട്. പിന്നീട് 5 വർഷം സെന്റ് മേരീസിലും, അങ്ങനെ 5 വർഷം ന്യൂമൻ കോളേജിൽ PTA ഇപ്പോഴും പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം കഴിയുക എൻ്റെ പിതാവ് നൽകിയ ഒരു സന്ദേശമാണ്, ഒരു വാക്കാണ്. ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന നന്മ അത് ഒരിക്കലും ചെയ്യാതിരിക്കുന്നത്, നന്മ ചെയ്യണം എന്ന്. ഇപ്പോൾ എന്നോട് ആരെങ്കിലും എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഞാനത് അതിന് പറ്റിയ ആളുകൾ ആരാണ് എന്ന് അന്വേഷിക്കും. ഞാനൊരു ഇവിടെ വേദിയിലിരിക്കുന്ന ബിജുവിനെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ്. ഏറെക്കുളത്തെ കല്ലാരിക്കുന്ന് എന്ന് പറയുന്നൊരു കോളനി ഉണ്ട്. ആ കോളനിയിലുള്ള ആ വീട്ടിലെ കുടുംബനാഥൻ തൊടുപുഴ ഒരു ചായക്കടയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, കൂലിപ്പണി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു കൊച്ച് ആ വീട്ടിലെ MSc പഠിക്കുന്നു, ഒരു കൊച്ച് BSc നേഴ്സിംഗിന് പഠിക്കുന്നു. അപ്പോൾ അവർക്കൊരു പട്ടയോ അല്ലെങ്കിൽ കരപിടിക്കുന്ന ഒരു രേഖ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ലോണെങ്കിലും എടുക്കാമായിരുന്നു. അവർ കണ്ണീരോടെ ആ വേദന പങ്കുവെച്ചപ്പോൾ ഞാൻ ആ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ അന്നേരം ഫോൺ വിളിച്ചു, ബിജുവിനെ ഇങ്ങനൊരു കാര്യമുണ്ട്. റീസർവേ നടന്നപ്പോൾ മുതൽ 15 വർഷമായി അവർക്കൊരു രേഖയില്ല, കരം കെട്ടാനും പറ്റുന്നില്ല. നാളെ ഒരു അപേക്ഷ തരാൻ പറഞ്ഞു. അപ്പം ഞാനും കൂടെ ചെന്നു. അപ്പോൾ 1 മാസം കൊണ്ട് അതിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് മുഴുവൻ ഒരു ദിവസം അളന്നവർ സ്വന്തം ചെലവിൽ വന്ന് ഒരു കടിഞ്ചായ പോലും അവരോട് വാങ്ങിക്കരുതെന്ന് തഹസിൽദാരും അതുപോലെ ബിജുവിനൊക്കെ പറഞ്ഞു വിട്ടെ. അതുപോലെ ഒരു കടിഞ്ചായ പോലും ആ വീട്ടിൽ നിന്ന് അവർ കൊടുത്തിട്ട് പോലും കുടിച്ചില്ല.
അശോകന്ന്. ഇപ്പൊ 1 മാസം കൊണ്ട് അവർക്ക് എല്ലാ രേഖകളും ശരിയായി പോക്കുവരവ് ചെയ്ത് അവർക്കെല്ലാം ലഭിച്ചു. അതുകൊണ്ട് അവർക്ക് ഒരു കൊച്ചു ഇപ്പോൾ ഫോറിന് പോകാൻ തയ്യാറായിരിക്കുന്നു, ഒരു കൊച്ചു MSc ഒക്കെ പാസ്സായി, ആ കുടുംബം രക്ഷപ്പെട്ടു. അപ്പോൾ കുരുക്കുള്ള ഏത് വർഷവും അതിനു മുമ്പ് ഒത്തിരി പൈസയൊക്കെ ചെലവഴിച്ച് 13 വർഷം നടന്നിട്ടും നടക്കാത്ത കാര്യം 1 മാസം കൊണ്ട് എല്ലാ നടപടിയും ഒരു ചെലവും ഇല്ലാതെ. അപ്പോ കുരുക്ക് ഏത് വർഷമാണെങ്കിലും ഒരു നല്ല മനസ്സ് ബിജുമോനിങ്ങനെ പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. ഒത്തിരി പ്രാവശ്യം പല കാര്യങ്ങളിലും ഇവിടെ ഇരിക്കുന്ന ജോസിനും അതുപോലെ ടോമിയും അതുപോലെ സിബിക്കും സാജുവിനും അല്ലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം. അപ്പൊ ഇവരൊക്കെ പലപ്പോഴും വിളിച്ചാലും ആരെല്ലാം വിളിച്ചാലും ഇനി രാത്രി വിളിച്ചാലും ആ കാര്യങ്ങളെല്ലാം ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് ഈ വേദിയിൽ ആദരിക്കപ്പെട്ട ഈ വ്യക്തിത്വത്തെ നിങ്ങളുടെ മുന്നിൽ ഏറ്റവും നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ഈ പ്രസ് ക്ലബ്ബ് ഈ നാടിന് ഗുണകരമായി ഈ നാടിന്റെ പ്രശ്നങ്ങൾ ഒക്കെ അവതരിപ്പിക്കുന്നുണ്ട് വിവിധ പ്രാദേശിക ലേഖകര്. അപ്പോൾ ഇതിന്റെ പ്രസിഡന്റും അതുപോലെ ഷനവാസിയേട്ടനും ബേബിച്ചേട്ടനും അതുപോലെ ഇവിടെയുള്ള ഓരോരുത്തരും മറ്റ് പ്രവർത്തകരൊക്കെ നമ്മുടെ ഫോട്ടോഗ്രാഫറൊക്കെ ഉണ്ട്. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ജോലാലിനെ എല്ലാവരും നന്ദിയോടെ ഓർക്കുന്നു. ഈ കൂട്ടായ്മ വളരട്ടെ. അത് ഈ നാടിന് ഗുണപ്രദമായ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ഇടയായി തരട്ടെ, പ്രസ് ക്ലബിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളെ ആദരിച്ച ഈ 6 പേരെയും ആദരിച്ച ഈ പ്രസ് ക്ലബിനോടുള്ള നന്ദിയും കടപ്പാടുമെല്ലാം അറിയിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു കൂട്ടായ്മയിൽ കൈകോർത്ത് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി വേദനിക്കുന്ന ഒത്തിരി ജീവിതങ്ങൾ, വേദനിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അവരുടെ വേദനകളിലേക്ക് കടന്നു ചെല്ലാനും അവർക്ക് ഇത്തിരി ആശ്വാസം നൽകാനും ഒക്കെ നമ്മുടെ ജീവിതം കൊണ്ട് അല്ലെ പ്രസ് ക്ലബ് കൊണ്ട് നമ്മുടെ പ്രവർത്തന മേഖലകൾ ഏതുമാകട്ടെ ആ പ്രവർത്തന മേഖലകൾ കൊണ്ട് കഴിയുമെങ്കിൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ വലിയ കാര്യം എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പ്രസ് ക്ലബിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഭാരതം ജയിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ചടങ്ങിന്റെ അവസാന കാലാംശത്തിലേക്ക് കടക്കുകയാണ്. നന്ദി പറയുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത്. ഇന്ന് വിവിധ മേഖലകളിൽ അവരുടേതായ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചവരെയാണ് നമ്മളിവിടെ ആദരിച്ചത്. ആദരവ് ഏറ്റുവാങ്ങിയവരെല്ലാം അതിന് അർഹരാണ്. മൂലമറ്റം പ്രസ് ക്ലബിന്റെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ആദ്യമായിട്ട് ഈ ചടങ്ങിന്റെ അധ്യക്ഷപദം അലങ്കരിച്ച മൂലമറ്റം പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് MM സോമി മുണ്ടക്കൽ, അദ്ദേഹം മാതൃഭൂമിയുടെ ലേഖകനാണ്. സോമിച്ചേട്ടന് ആദരപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ സാറ്, അദ്ദേഹം ആദ്യ അവസാനം തന്നെ നമ്മോടൊപ്പം ഈ പരിപാടിയിൽ ഭാഗഭാക്കായി. രാരിച്ചൻ സാറിനോട് മൂലമറ്റം പ്രസ് ക്ലബിന്റെ അക്കൈതവമായ നന്ദിയും കടപ്പാടും സ്നേഹവും ഈ വേദിയിൽ അർപ്പിക്കുകയാണ്. വിശിഷ്ട പ്രിവിലേജ് കാർഡ് വിതരണം നടത്തിയ, അതോടൊപ്പം തന്നെ ആശംസാ പ്രസംഗം നടത്തിയ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നമുക്കെല്ലാം സുപരിചിതനായ പ്രൊഫസർ MJ ജേക്കബ് സാറ്, അദ്ദേഹം വേദി വിട്ട് തിരക്കുള്ളതുകൊണ്ട് അല്പം നേരത്തെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. ജേക്കബ് സാറിനോടുള്ള നന്ദിയും കടപ്പാടും മൂലമറ്റം പ്രസ് ക്ലബിന്റെ പേരിൽ അറിയിക്കുകയാണ്. ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ച ബേബിച്ചേട്ടനും നന്ദി അർപ്പിക്കുകയാണ്. ആശംസകൾ അർപ്പിച്ച നമ്മുടെ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള KS വിനോദ്, അതുപോലെ പഞ്ചായത്തിന്റെ മെമ്പറായിട്ടുള്ള സിനി തോമസ്, നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങിയ ശങ്കരൻ സാറ്, സജി ആലക്കാത്തടം, R ബിജുമോൻ, TV ടോമി, സാബു നെയ്ശ്ശേരി, ജോയി കിഴക്കൽ എന്നിവർക്ക് എല്ലാം ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ കടമ പൂർത്തീകരിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. യോഗം ഇതിൽ നമ്മുടെ മാധ്യമപ്രവർത്തകരോട് പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇതിൽ ചാനലിലൊക്കെ ലൈവായിട്ട് വന്നിരിക്കുന്ന റെനി, നമ്മുടെ സിബിന്, പിന്നെ അങ്ങനെ മാധ്യമരംഗത്ത് വന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. യോഗം അവസാനിച്ചിരിക്കുന്നു.